അടുത്ത നമ്മുടെ ക്വസ്റ്റ്യനാണ്. ഇത് 2019 മാർച്ചിൽ ചോദിച്ച ക്വസ്റ്റ്യനാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ഇൻഡയറക്റ്റായിട്ട് ചോദിച്ച ക്വസ്റ്റ്യനാണത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്കൊരു ഫിഗർ തന്നിട്ടുണ്ട്. എ ഫിഗർ ഷോസ് എ യൂണിറ്റ് സർക്കിൾ ആൻഡ് എ ലൈൻ എൽ വിച്ച് മേക്സ് ആൻ ആംഗിൾ 30 ഡിഗ്രി വിത്ത് ദ പോസിറ്റീവ് എക്സ് ആക്സിസ് ആണ്. അപ്പോൾ നമുക്കൊരു സർക്കിൾ തന്നിട്ടുണ്ട്. ഈ സർക്കിൾ ഒരു യൂണിറ്റ് സർക്കിളാണ്. അപ്പോൾ യൂണിറ്റ് സർക്കിൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ റേഡിയസ് 1 ആയിരിക്കും എന്നാണ്. അപ്പോൾ അതിൻ്റെ റേഡിയസ് 1 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടുന്ന് ഇവിടം വരെയുള്ള ഈ ഡിസ്റ്റൻസ് 1 ആയിരിക്കും, ഇവിടുന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് 1, ഇതൊക്കെ 1 ആയിരിക്കും. അതാണ് അതിൻ്റെ അർത്ഥം. റേഡിയസ് 1 ആയിരിക്കും. അപ്പോൾ നമ്മൾ അത്രയും മാർക്ക് ചെയ്യേണ്ട, ചുമ്മാ മാർക്ക് ചെയ്തതാണ്. റേഡിയസ് 1 ആയിരിക്കും. മാത്രമല്ല അവിടെ ലൈൻ എൽ ഉണ്ട്. ആ ലൈൻ എക്സ് ആക്സുമായിട്ട് പോസിറ്റീവ് എക്സ് ആക്സിന് ഈ ഭാഗമാണ്, ഇതുമായിട്ട് 30 ഡിഗ്രി ആംഗിൾ ഉണ്ടാകുന്നത്. അതൊക്കെ നമുക്ക് ഫിഗർ തന്നതാണ്. അങ്ങനെയാണ് നമുക്ക് ആദ്യം കണ്ട് റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് എ ബി, റൈറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് എ ആൻഡ് ബി, ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ ടാൻജന്റ് ലൈൻ ടു ദ സർക്കിൾ. ഇതാണ് കാണുന്നത്. അപ്പോൾ അവിടെ ബിയും സിയും ആണ് നമുക്ക് കുറച്ചൊരു ബുദ്ധിമുട്ട് വരിക. അപ്പോൾ എന്തായാലും നമുക്കത് ചെയ്യാം. നമുക്ക് ആദ്യം എ ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ എ ക്വസ്റ്റ്യൻ പറയുന്നത് ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് എ ബി ആണ്. എ ബി എന്നുള്ള ലൈനിൻ്റെ ഇക്വേഷൻ കാണണം. അതാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ നമ്മൾ നോക്കുക, ഒരു ലൈനിൻ്റെ ഇക്വേഷൻ കാണാൻ നമുക്ക് എത്ര അളവ് വേണം? 2 അളവുകൾ വേണം. അവിടെ എ ബി എന്നുള്ള ലൈനിൻ്റെ ഒരളവ് പോലും തന്നിട്ടില്ല. ആകെ തന്നത് ഈ എ ബി എന്നുള്ള ലൈൻ എക്സ് ആക്സുമായി, എ ബി എന്നുള്ള ലൈൻ എന്ന് പറഞ്ഞാൽ എൽ എന്നുള്ള ലൈനാണ്, എല്ലാണ് എ ബി വരുന്നത്. ആ എൽ എന്നുള്ള ലൈൻ എക്സ് ആക്സിസുമായി ഒരു 30 ഡിഗ്രി ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട് എന്ന് മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. വേറെ ഒന്നും തന്നിട്ടില്ല. പക്ഷേ ഇൻഡയറക്റ്റായി അവിടെ ഒരുപാട് അളവുകളുണ്ട്. ഇപ്പോൾ എ ബി എന്നുള്ള ലൈനിൻ്റെ അളവ് നോക്കുമ്പോൾ നമുക്കറിയാം എപ്പോഴും ഇക്വേഷൻ കാണാൻ 2 അളവ് വേണം. ഈ എ ബി എന്നുള്ള ലൈൻ നോക്കുമ്പോൾ അത് ഏത് ഇതിലൂടെ പാസ് ചെയ്യുന്നുണ്ട്? ഈ സെൻറ്ററിലൂടെയാണ് പാസ് ചെയ്യുന്നത്, ഒറിജിനിലൂടെയാണ് പാസ് ചെയ്യുന്നത്. ഒറിജിൻ ഏതാ പോയിൻറ്റ്? 0, 0 ആണ്. ഒറിജിൻ എന്നുള്ള പോയിൻ്റ് വരെ 0, 0 ആണ് എന്ന് പറഞ്ഞാൽ ഈ ലൈൻ പാസ് ചെയ്യുന്നൊരു പോയിൻ്റ് നമുക്ക് കിട്ടി 0, 0. ഓക്കെ, അതവിടെ തന്നിട്ടില്ലെങ്കിലും ആ ഫിഗറിൽ അതുണ്ട്, 0, 0 പാസ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ആ ലൈൻ എക്സ് ആക്സുമായിട്ട് ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട് 30 ഡിഗ്രി. അപ്പോൾ ഒരു ലൈൻ ഉണ്ടാക്കുന്ന ആംഗിൾ തന്നാൽ നമുക്ക് അതിൻ്റെ ടാൻ വാല്യൂ എടുത്താൽ സ്ലോപ്പ് കിട്ടും. അപ്പോൾ അവിടെ ഓൾറെഡി പോയിൻറ്റും സ്ലോപ്പും കിട്ടി. അപ്പോൾ നമുക്ക് ഇക്വേഷൻ കാണാം. അപ്പോൾ നമ്മൾ ആദ്യം സ്ലോപ്പ് കാണുമ്പോൾ സ്ലോപ്പ് ഓഫ് എ ബി ഈക്വൽ ടു ടാൻ തീറ്റയാണ് വരിക. ടാൻ തീറ്റ എന്ന് പറയുമ്പോൾ ടാൻ 30 ഈക്വൽ ടു 1/√3. ഇപ്പോൾ ശ്രദ്ധിക്കണത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ നമുക്ക് ആകെ കൺഫ്യൂസ് ചെയ്ത് തന്നേ ഉള്ളൂ. സ്ലോപ്പ് കിട്ടി. ഇനി പോയിന്റ് എന്താണെന്ന് നമ്മൾ എഴുതണം. അത് ഓൾറെഡി അവിടെ ഉണ്ട്. അത് 2 ആക്സിസിൻ്റെയും സെൻറ്ററിലൂടെയാണ് പാസ് ചെയ്യുന്നത്. ആക്സിസിൻ്റെ സെൻറ്റർ എന്ന് പറഞ്ഞാൽ 0, 0 ആണ്. ഒറിജിനാണത്, ഒറിജിനിലൂടെയാണ് പാസ് ചെയ്യുന്നത്. അത് 0, 0 ആണ്. അപ്പോൾ ദെർഫോർ ഇക്വേഷൻ ഓഫ് എ ബി പാസിംഗ് ത്രൂ ഏത് പോയിൻ്റാണ്? 0, 0 വിത്ത് സ്ലോപ്പ് എത്രയാണ് നമുക്ക് കിട്ടിയത്? 1/√3 ഈസ് എന്ത് വരും? അവിടെ ഒരു പോയിൻറ്റും സ്ലോപ്പും തന്നിട്ടുള്ള അതിൻ്റെ ഇക്വേഷനാണ് കാണുന്നത്. അപ്പോൾ പോയിൻറ്റ് സ്ലോപ്പ് ഫോം യൂസ് ചെയ്യുമ്പോൾ y - y1 ഈക്വൽ ടു m ഇൻറ്റു x - x1 വരും. ദാറ്റ് ഈസ് y - y1 0 ആണ്, പോയിൻറ്റ് 0, 0 ആണ്, ഈക്വൽ ടു m എന്ന് പറഞ്ഞാൽ 1/√3 ഇൻറ്റു x - 0 വരും. ദാറ്റ് ഈസ് y ഈക്വൽ ടു 1/√3 ഇൻറ്റു x വരും. y ഈക്വൽ ടു 1/√3 ഇൻറ്റു എക്സ്. ദാറ്റ് ഈസ് ക്രോസ് ചെയ്യുമ്പോൾ √3y ഈക്വൽ ടു എക്സ് വരും. ദാറ്റ് ഈസ് √3y - x ഈക്വൽ ടു 0 വരും. ദാറ്റ് ഈസ് -x പ്ലസ് √3y ഈക്വൽ ടു 0 വരും. നമുക്കൊരു ഇക്വേഷനിലും നെഗറ്റീവിൽ സ്റ്റാർട്ട് ചെയ്യണ്ട. അപ്പോൾ അത് നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x - √3y ഈക്വൽ ടു 0. ഇതാണ് ലൈനിൻ്റെ ഇക്വേഷൻ വരിക. അതിന് നിങ്ങൾക്ക് ഇത്രയും ചെയ്യണമെന്നില്ല, ഇവിടെ വെച്ച് അണ്ടർലൈൻ ചെയ്താലും നമുക്ക് മാർക്ക് കിട്ടും. y ഈക്വൽ ടു 1/√3x കഴിഞ്ഞു, അത്രയും മതി. പിന്നെ നമ്മൾ അടുത്ത ഇക്വേഷൻ്റെ ആവശ്യത്തിന് വേണ്ടി അത് ഇവിടം വരെ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ഇത്രയും ചെയ്താൽ നമുക്ക് ആൻസറായി. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനായി 2 മാർക്ക് നമുക്ക് കിട്ടി. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കാണണം, ബി ക്വസ്റ്റ്യൻ കാണണം. ബി ക്വസ്റ്റ്യൻ കണ്ട് ഇതൊന്നും മയക്കേണ്ട ആവശ്യമുണ്ട്. അത് മയച്ചതിന് ശേഷം നമുക്ക് ചെയ്യാം. ഓക്കെ, ബി ക്വസ്റ്റ്യൻ കാണുന്നത് ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് എ ആൻഡ് ബി ആണ്. എ ബി എന്നുള്ള പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ് കാണണം. അതിൽ എയുടെ കോർഡിനേറ്റ്സ് നമ്മൾ കണ്ടാൽ മതി. ഈ എയുടെ കോർഡിനേറ്റ്സ് എന്താണോ അതിൻ്റെ നെഗറ്റീവാണ് ബിയുടെ കോർഡിനേറ്റ് വരിക. കാരണം എ ബി എന്നുള്ളത് ഈ എക്സ് ആക്സിസിലും വൈ ആക്സിലും ഒരേ ഡിസ്റ്റൻസിൽ വരുന്ന പോയിൻ്റാണ്. ഒന്ന് ഫസ്റ്റ് ക്വാഡ്രാൻറ്റിലാണ്, അപ്പോൾ അവിടെ എക്സും വൈയും പോസിറ്റീവ് ആയിരിക്കും. മറ്റേ തേർഡ് ക്വാഡ്രാൻറ്റിലാണ്, അവിടെ എക്സും വൈയും നെഗറ്റീവ് ആയിരിക്കും എന്നൊരു വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ എ കണ്ടാൽ മതി, അതിനനുസരിച്ച് നമുക്ക് ബി എഴുതാം. അപ്പോൾ എ കാണാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് ഈ എ എന്നുള്ള പോയിന്റിൽ നിന്നൊരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. പെർപെൻഡിക്കുലർ വരച്ചാൽ അവിടെ ഒരു റൈറ്റ് ആംഗിളുടെ ട്രയാങ്കിൾ ഫോം ചെയ്യും.
പെർപെൻഡിക്കുലർ വെച്ചാൽ അവിടെ ഒരു റൈറ്റ് ആംഗിളുടെ ട്രയാങ്കിൾ ഫോം ചെയ്യും. ഓക്കെ, ആ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന് ഇതിപ്പോൾ ഒറിജിൻ ആയതുകൊണ്ട് AOC എന്ന് കൊടുക്കാം. AOC. അപ്പോൾ ഫ്രം റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ AOC, ആ AOC എന്നുള്ള റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നമുക്ക് എയുടെ കോർഡിനേറ്റാണ് വേണ്ടത്. എയുടെ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ എയുടെ X കോർഡിനേറ്റും വേണം, Y കോർഡിനേറ്റും വേണം. അത് കാണാൻ വേണ്ടിയാണ് ആ ട്രയാങ്കിൾ വരച്ചത്. അപ്പോൾ ഫ്രം റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ AOC കൺസിഡർ ചെയ്താൽ അവിടുന്ന് sin 30 എന്താ വരിക? നമുക്കറിയാം റൈറ്റ് ആംഗിൾ ട്രയാങ്കിളും സൈൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പോൾ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? AC വരും. AC ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് 1 ആണ്. ഹൈപ്പോട്ടന്യൂസ് ഇതാണ്, OA ആണ്. OA എന്ന് പറഞ്ഞാൽ അതിൻ്റെ റേഡിയസ് ആണ്. റേഡിയസ് 1 ആണ്. നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, യൂണിറ്റ് സർക്കിളാണ്. AC ബൈ 1. ദർഫോർ അവിടുന്ന് AC ഈക്വൽ ടു എന്ത് വരും? sin 30 വരും. sin 30 എന്ന് പറഞ്ഞാൽ 1/2 വരും. AC കിട്ടി. ഓക്കെ, അപ്പോൾ ഈ AC 1/2 ആണെന്ന് കിട്ടി. ഇനി ഇതേപോലെ തന്നെ അവിടുന്ന് ആ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ നിന്ന് cos 30 നമ്മൾ കാണാം. cos 30, അപ്പോൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളും കോസ് എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പോൾ അഡ്ജസൻറ്റ് എന്ന് പറയുമ്പോൾ OC ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് OA ആണ്. OA 1 ആണ്. അപ്പോൾ അവിടുന്ന് ദർഫോർ OC ഈക്വൽ ടു cos 30 വരും. cos 30 എന്ന് പറയുമ്പോൾ √3/2 ആണ്. ഓക്കെ, കഴിഞ്ഞു, പോയിൻ്റ് കിട്ടി. ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ A എന്നുള്ള പോയിൻ്റ് എടുക്കുക. ഇപ്പോൾ നമ്മൾ ഒരു ഗ്രാഫിൽ ഒരു ആക്സിസിൽ ഒരു പോയിൻ്റ് എങ്ങനെയാണ് മാർക്ക് ചെയ്യുക? ഒരു ആക്സിസിൽ ഇപ്പോൾ 2, 3 എന്നുള്ള പോയിൻ്റ് മാർക്ക് ചെയ്യുക. X ആക്സിസിൽ ഒരു 2 ഡിസ്റ്റൻസും Y ആക്സിസിൽ ഒരു 3 ഡിസ്റ്റൻസും, ഇത് രണ്ടും ജോയിൻ ചെയ്യുന്ന പോയിൻ്റ് ഇതാണ് നമ്മൾ 2, 3 മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരു ആക്സിസിൽ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യുക. X ആക്സിൽ ഇത്രയും ഡിസ്റ്റൻസും Y ആക്സിൽ അത്രയും ഡിസ്റ്റൻസ് കൊടുത്താൽ അത് ജോയിൻ ചെയ്യുന്ന പോയിൻ്റാണ് ആ പോയിൻ്റ് വരിക. അപ്പോൾ അതുപോലെ ഈ A എന്നുള്ള പോയിൻ്റ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടാകുക. X ആക്സിസിലെ ഈ ഡിസ്റ്റൻസും Y ആക്സിസിലെ ഈ ഡിസ്റ്റൻസും എടുത്താൽ ഇത് രണ്ടും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റാണ് ഇവിടെ A ആയി മാർക്ക് ചെയ്യുന്നുണ്ടാവുക. X ആക്സിലെ ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ OC ആണ്. OC എത്രയാണ്? 1/√3. Y ആക്സിൽ ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അത് ഇതിന് ഈക്വലാണ്, ACക്ക് ഈക്വലാണ്. അതെത്രയാണ്? 1/2 ആണ്. ദർഫോർ പോയിൻ്റ് A ഈക്വൽ ടു എന്ത് വരും? X ആക്സിലെ ഡിസ്റ്റൻസ് ഇതാണ്, Y ആക്സിലെ ഡിസ്റ്റൻസ് ഇതാണ് ഡിസ്റ്റൻസ്, അത് ഇതിന് ഈക്വലാണ്. അപ്പോൾ OC, AC വരും. അപ്പോൾ OC, AC ഈക്വൽ ടു √3/2, 1/2 വരും. √3/2, 1/2 കഴിഞ്ഞു. ഇനി പോയിൻ്റ് B കാണണം. ദർഫോർ പോയിൻ്റ് B ഈക്വൽ ടു, പോയിൻ്റ് B ഇതുപോലെ കാണാം, പക്ഷേ ഇതേപോലെ കാണണ്ട. വെറുതെ സ്റ്റെപ്പ് കുറച്ചേ ഉള്ളൂ, എന്നാലും കൂട്ടണ്ട. കാരണം ഈ Aയുടെ അതേ പോയിൻ്റാണ് B വരിക, ക്രോസ് ആയി പോകുന്ന ലൈനാണ്. പക്ഷേ അത് XY ആക്സിസ് നെഗറ്റീവ് വരുന്ന ക്വാഡ്രാൻറ്റിലാണ്. അപ്പോൾ ഇതിൻ്റെ നെഗറ്റീവ് കോർഡിനേറ്റ് വരും -√3/2, -1/2 വരും. ഇതാണ് പോയിൻ്റ്. 2 മാർക്ക്. അപ്പോൾ ഇത് നല്ല രീതിയിൽ ഇൻഡയറക്റ്റ് ചോദിച്ചു എന്നുള്ളൂ. ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്. ഇനി സി ക്വസ്റ്റ്യനാണ് നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ചിന്തിച്ച് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് നമ്മുടെ സി ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ സി ക്വസ്റ്റ്യൻ പറഞ്ഞത് ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ടാൻജൻറ്റ് ടു ദ സർക്കിളാണ്. ടാൻജൻറ്റ് ലൈൻ ടു ദ സർക്കിൾ. ആ സർക്കിളിൻ്റെ ടാൻജൻറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ കാണണം. ഈ ടാൻജൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ സ്പർശരേഖ, തൊടുവര എന്നൊക്കെ പറഞ്ഞിട്ട് സ്കൂളിൽ പഠിച്ചതാണ്. ടാൻജൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സർക്കിളിനെ ഒരു പോയിന്റിൽ ടച്ച് ചെയ്യുന്ന ലൈനെയാണ് ടാൻജൻറ്റ് എന്ന് പറയാം. അപ്പോൾ സർക്കിളിൽ ഏതൊരു പോയിൻ്റ് എടുത്താലും ആ പോയിന്റിൽ ടച്ച് ചെയ്ത് വരയ്ക്കുന്ന ലൈനെയാണ്, ഒരു പോയിന്റിലേ ടച്ച് ചെയ്യാൻ പാടുള്ളൂ, ആ ലൈനെയാണ് സർക്കിൾ എന്ന് പറയാം. അപ്പോൾ ഇവിടെ സർക്കിളിൻ്റെ ടാൻജൻറ്റ് കാണുന്നേ പറഞ്ഞിട്ടുള്ളൂ. അത് ഏത് പോയിന്റിൽ ടച്ച് ചെയ്യണമെന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല. അത് ഏത് പോയിന്റിലും ടച്ച് ചെയ്യാം. അത് സർക്കിളിൽ ഒരുപാട് പോയിന്റ് ഉണ്ടാകും, ആ പോയിന്റിലൊക്കെ ടച്ച് ചെയ്ത് നമുക്ക് ടാൻജൻറ്റ് വരയ്ക്കാം. പക്ഷേ നമുക്ക് അതിൽ ഏതെങ്കിലും ഒരു ടാൻജൻറ്റ് ഇക്വേഷൻ കണ്ടാൽ മതി. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ എ എന്നുള്ള പോയിന്റിൽ ടച്ച് ചെയ്തിട്ട് ഈ എല്ലിന് പെർപെൻഡിക്കുലറായി വരുന്ന ഒരു ടാൻജൻറ്റ് അങ്ങ് എടുക്കുക. കാരണം നമുക്ക് ഏതെങ്കിലും ഒരു ടാൻജൻറ്റ് ഇക്വേഷൻ കണ്ടാൽ മതി. അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ടാൻജൻറ്റേ കാണാൻ പറ്റില്ല. ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരു ടാൻജൻറ്റ് എടുക്കാം, ഇവിടെ ഒരു ടാൻജൻറ്റ് എടുത്താൽ അതിൻ്റെ ഇക്വേഷൻ കാണാൻ പറ്റില്ല. നമ്മളിങ്ങനെ വാവൊളിച്ചിക്കുക എന്നല്ലാതെ അതിൻ്റെ ഇക്വേഷൻ കാണാൻ പറ്റില്ല, കാരണം അതിൻ്റെ അളവുകളൊന്നുമില്ല. അപ്പോൾ ഇവിടെ ഓൾറെഡി എ എന്നുള്ള പോയിന്റ് നമുക്കറിയാം, എൽ എന്നുള്ള ലൈനിൻ്റെ സ്ലോപ്പൊക്കെ അറിയാവുന്നതുകൊണ്ട് നമ്മൾ എല്ലിന് പെർപെൻഡിക്കുലറായി എ എന്നുള്ള പോയിന്റിലോട്ട് ടച്ച് ചെയ്യുന്ന ലൈൻ വരയ്ക്കുക. അപ്പോൾ ഇത് ഓൾറെഡി ടാൻജൻ്റ് ആണ്, കാരണം അത് എ എന്നുള്ള ഒറ്റ പോയിന്റിൽ ടച്ച് ചെയ്ത് വരയ്ക്കുന്ന ലൈനാണ്. അപ്പോൾ നമ്മളുടെ സൗകര്യം പ്രകാരം നമ്മൾ എടുത്തതാണ്. അത് തന്നെയാണ് ക്വസ്റ്റ്യനിലും പറഞ്ഞിരിക്കുന്നത്. ആ ഒരു ടാൻജൻറ്റ് എടുക്കുക. ആ ഒരു ടാൻജൻറ്റിന് നമ്മൾ എൽ ഡാഷ് എന്ന് പേര് കൊടുക്കുക. അപ്പോൾ ആ എൽ ഡാഷിൻ്റെ ഇക്വേഷൻ കാണാം. അപ്പോൾ നോക്കണേ, ടാൻജൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പോയിന്റിൽ വരയ്ക്കാം, പക്ഷേ നമ്മൾ ആ പോയിന്റിൽ തന്നെ വരയ്ക്കാൻ കാരണം ഈ ഇക്വേഷൻ കാണുന്ന ടാൻജൻറ്റ് എന്ന് പറഞ്ഞാൽ ലൈനാണ്. ആ ലൈനിൻ്റെ ഇക്വേഷൻ കാണാൻ എന്തെങ്കിലും അളവ് നമുക്ക് വേണം. ആ അളവ് കിട്ടുന്ന രീതിയിലുള്ള പോയിന്റിൽ വരയ്ക്കണം, അല്ലാണ്ട് അവിടെ ഇവിടെ വരച്ചുകൊണ്ട് നമുക്ക് ഇക്വേഷൻ കാണാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ പ്രകാരം ഏതൊക്കെ പോയിൻ്റാണോ നമുക്ക് അറിയുന്നത്
അതിനനുസരിച്ച് കാണാം. വേണേൽ ബിയിലും വരയ്ക്കാം, പക്ഷെ നമ്മളിപ്പോൾ എയിൽ വരച്ചതേ ഉള്ളൂ. അപ്പോൾ എ എന്നുള്ള പോയിന്റിൽ ടാൻജൻറ്റ് വരച്ചു. ആ ടാൻജൻറ്റ് ഇക്വേഷൻ കാണണം. അപ്പോൾ ടാൻജൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ലൈനാണ്. ഒരു ലൈനിൻ്റെ ഇക്വേഷൻ കാണാൻ നമുക്ക് 2 അളവുകൾ വേണം. ആ 2 അളവുകൾ ഏതളവുകൾ വേണേ ആകാം. പക്ഷേ ഇവിടെ ആ ടാൻജൻറ്റ് ഇക്വേഷൻ കാണാൻ നമുക്ക് ഒന്നുള്ളത് ടാൻജൻറ്റ് എയിലൂടെയാണ് പാസ് ചെയ്യുന്നത്. എനെ ടച്ച് ചെയ്ത് പോകുന്ന ലൈനാണ്. എന്ന് പറഞ്ഞാൽ പോയിൻറ്റ് നമുക്കുണ്ട്. എ എന്നുള്ള പോയിൻറ്റ് നമ്മൾ കണ്ടുപിടിച്ചതാണ് √3/2, 1/2 ആണ്. അപ്പോൾ എ എന്നുള്ള പോയിൻ്റ് ഉണ്ട്. അപ്പോൾ ഓൾറെഡി അത് പാസ് ചെയ്യുന്നൊരു പോയിൻ്റ് നമുക്കറിയാം. ഇത് എ ആണ്. എ എന്ന് പറഞ്ഞാൽ √3/2, 1/2 ആണ്. ഇതാണ് എ. ഇനി ആ ടാൻജൻ്റായി വരുന്ന ലൈനിൻ്റെ ഇക്വേഷൻ കാണാം. അതിൻ്റെ ഒരളവ് നമുക്ക് കിട്ടി, ഒരു പോയിൻ്റാണ്. ഒന്ന് പോയിൻ്റ് ആയതിലേക്ക് അടുത്ത സ്ലോപ്പ് വേണം. ആ സ്ലോപ്പ് കാണാൻ വേണ്ടി നമുക്കറിയാം ഈ ടാൻജൻറ്റും എല്ലും പെർപെൻഡിക്കുലറാണ്. ടാൻജൻറ്റും എല്ലും പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് തന്നെ എല്ലിൻ്റെ സ്ലോപ്പിൻ്റെ നെഗറ്റീവ് റെസിപ്രോക്കൽ ആയിരിക്കും. എൽ എന്നുള്ള സ്ലോപ്പിൻ്റെയും ടാൻജൻറ്റ് സ്ലോപ്പിൻ്റെയും പ്രൊഡക്റ്റ് -1 ആയിരിക്കും. അവിടുന്ന് ടാൻജൻറ്റ് സ്ലോപ്പ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് എന്തെഴുതാം? കൺസിഡർ എ ടാൻജൻറ്റ് നമ്മൾ എൽ ഡാഷ് എന്ന് പേര് കൊടുത്തിട്ടുണ്ട്. എൽ ഡാഷ് പാസിംഗ് ത്രൂ എ ഓഫ് √3/2, 1/2 ആൻഡ് പെർപെൻഡിക്കുലർ ടു എൽ. എൽ എന്നുള്ള ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ട് എയിലൂടെ പാസ് ചെയ്യുന്ന ഒരു ടാൻജൻറ്റ് നമ്മൾ കൺസിഡർ ചെയ്തു. ആ ടാൻജൻറ്റ് ഇക്വേഷൻ കാണണം. ആ ടാൻജൻറ്റ് ഇക്വേഷൻ കാണാൻ ഒരു പോയിൻ്റ് നമുക്കുണ്ട്. ഇനി സ്ലോപ്പ് കാണണം. ആ സ്ലോപ്പ് കാണാൻ വേണ്ടി നമ്മൾ എന്തെടുക്കുക? എൽ ഡാഷും എല്ലും പെർപെൻഡിക്കുലർ ആണെന്ന് എടുക്കുക. അപ്പോൾ എൽ ഡാഷും എല്ലും പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ ഗിവൺ, ഈ ഗിവൺ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നതല്ല, നമ്മൾ എടുത്തതാണ്. ഗിവൺ എൽ ആൻഡ് എൽ ഡാഷ് ആർ പെർപെൻഡിക്കുലർ. ദെർഫോർ സ്ലോപ്പ് ഓഫ് എൽ ഇൻറ്റു സ്ലോപ്പ് ഓഫ് എൽ ഡാഷ് ഈക്വൽ ടു -1. സ്ലോപ്പ് ഓഫ് എൽ അത് നമ്മൾ നേരത്തെ കണ്ടതാണ്. സ്ലോപ്പ് ഓഫ് എൽ, ആ എൽ എന്നുള്ള ആംഗിൾ എക്സ് ആക്സുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ 30 ഡിഗ്രി ആയതുകൊണ്ട് അതിൻ്റെ സ്ലോപ്പ് tan 30 ആണ്. tan 30 എന്ന് പറഞ്ഞാൽ 1/√3 ആണ്. അത് അവിടെ കൊടുക്കുക. അപ്പോൾ 1/√3 ഇൻറ്റു സ്ലോപ്പ് ഓഫ് എൽ ഡാഷ് ഈക്വൽ ടു -1. ദെർഫോർ അവിടുന്ന് സ്ലോപ്പ് ഓഫ് എൽ ഡാഷ് ഈക്വൽ ടു -1/1/√3 വരും. ഈക്വൽ ടു -√3 വരും. സ്ലോപ്പ് ഓഫ് എൽ ഡാഷ് കിട്ടി. ദെർഫോർ ഇക്വേഷൻ ഓഫ് ടാൻജൻറ്റ് എൽ ഡാഷ് എന്നുള്ള ടാൻജൻറ്റ് ഇക്വേഷൻ പാസിംഗ് ത്രൂ √3/2, 1/2 വിത്ത് സ്ലോപ്പ് -√3 ഈസ്. അപ്പോൾ ആ ടാൻജൻറ്റ് ഇക്വേഷൻ കാണണം. ടാൻജൻറ്റ് പറഞ്ഞാൽ ലൈനാണ്. ലൈനിൻ്റെ ഇക്വേഷൻ കാണണം. ആ ലൈൻ പാസ് ചെയ്യുന്ന പോയിൻറ്റും അതിൻ്റെ സ്ലോപ്പും നമുക്കുണ്ട്. അപ്പോൾ പോയിൻ്റ് സ്ലോപ്പ് ഫോം പ്രകാരം y minus y1 equal to m into x minus x1. That is y minus y1 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. ഈക്വൽ ടു m എന്ന് പറഞ്ഞാൽ -√3 ഇൻറ്റു x മൈനസ് x1 √3/2 വരും. അതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസറായി. ദറ്റ് ഈസ് y മൈനസ് 1/2 ഈക്വൽ ടു ഈ -√3 കൊണ്ട് പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ -√3x -√3 ഇൻറ്റു എക്സ് -√3x -√3 ഇൻറ്റു -√3/2 ഇവിടെ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആവും. √3 ഇൻറ്റു √3/2 √3 ഇൻറ്റു √3 എന്ന് പറഞ്ഞാൽ 3 ആണ്. 3/2 വരും. ഇതൊന്ന് ക്രോസ് ചെയ്യുമ്പോൾ 2y മൈനസ് 1/2 ഈക്വൽ ടു ഇത് ക്രോസ് ചെയ്യുമ്പോൾ -2√3x പ്ലസ് 3/2 വരും. ഡിനോമിനേറ്റർ രണ്ട് ഭാഗത്തും സെയിം ആണ്. അത് ക്യാൻസൽ ആയി പോകും. ഇനി ഇത് മൊത്തം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ 2y മൈനസ് 1 പ്ലസ് 2√3x മൈനസ് 3 ഈക്വൽ ടു 0 വരും. ദറ്റ് ഈസ് 2√3x പ്ലസ് 2y മൈനസ് 4 ഈക്വൽ ടു 0 വരും. വേണേൽ അവിടെ 2 കോമൺ ആണ്. ആ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമ്മുടെ ആൻസറായി. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യനിലൊക്കെ ഞാൻ ഈ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എവിടെയെങ്കിലും ഒരു ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, ഒന്നും എനിക്കറിയില്ല, വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് കറക്റ്റ് ചെയ്യണേ. അടുത്ത നമ്മുടെ ക്വസ്റ്റ്യനാണ് കൺസിഡർ 2 ലൈൻസ്. നമുക്ക് 2 ലൈൻ തന്നിട്ടുണ്ട്. L1 എന്നുള്ള ലൈൻ 2x പ്ലസ് വൈ ഈക്വൽ ടു 4, L2 എന്നുള്ള ലൈൻ 2x മൈനസ് വൈ ഈക്വൽ ടു 4. അതുമായി ബന്ധപ്പെട്ട 3 ക്വസ്റ്റ്യനാണുള്ളത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ദീസ് 2 ലൈൻസ്. ഈ 2 ലൈൻ തമ്മിലുള്ള ആംഗിൾ കാണണം. ബി ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് എ ലൈൻ പാസിംഗ് ത്രൂ ദ ഇൻ്റർസെക്ഷൻ ഓഫ് L1 ആൻഡ് L2 വിച്ച് മേക്ക് ആൻ ആംഗിൾ 45 ഡിഗ്രി വിത്ത് ദ പോസിറ്റീവ് എക്സ് ആക്സിസ് ആണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ L1 L2 എന്നുള്ള 2 ലൈൻ ഉണ്ട്. ഈ 2 ലൈനിൻ്റെതും
ഇൻ്റർസെക്ഷനിലൂടെ പാസ് ചെയ്യുന്ന മൂന്നാമതൊരു ലൈനിൻ്റെ ഇക്വേഷനാണ് കാണേണ്ടത്. ആ ലൈൻ ഈ ലൈൻ ആ മൂന്നാമത്തെ ലൈൻ പോസിറ്റീവ് എക്സ് ആക്സുമായിട്ട് ഒരു 45 ഡിഗ്രി ഉണ്ടാക്കുന്നുണ്ട്. അതാണ് ക്വസ്റ്റ്യൻ. സി ക്വസ്റ്റ്യൻ വരുന്നത് ഫൈൻഡ് ദ എക്സ് ആൻഡ് വൈ ഇൻ്റർസെപ്റ്റ് ഓഫ് തേർഡ് ലൈൻ. ആ നമ്മൾ കണ്ടുപിടിക്കുന്ന മൂന്നാമത്തെ ലൈനിൻ്റെ എക്സ് ഇൻ്റർസെപ്റ്റും കാണണം, വൈ ഇൻ്റർസെപ്റ്റും കാണണം. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. അപ്പോൾ അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഈ രണ്ട് ലൈനും തമ്മിലുള്ള രണ്ട് ലൈനും തമ്മിലുള്ള ആംഗിൾ കാണണം. അപ്പോൾ രണ്ട് ലൈനും തമ്മിലുള്ള ആംഗിൾ കാണണം. ഈ ആംഗിൾ എപ്പോഴും സ്ലോപ്പ് യൂസ് ചെയ്താണ് ആംഗിൾ കാണണം. ആംഗിൾ കാണണമെങ്കിൽ നമുക്ക് സ്ലോപ്പ് ആവശ്യമാണ്. സ്ലോപ്പ് ഉപയോഗിച്ചാണ് നമ്മൾ ആംഗിൾ കാണുന്നത്. അപ്പോൾ നമുക്ക് സ്ലോപ്പ് ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ലൈനിൽ നമ്മൾ അതിൻ്റെ ജനറൽ ഫോമിലേക്ക് മാറ്റുക. ജനറൽ ഫോം എന്ന് പറഞ്ഞാൽ എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഈക്വൽ ടു 0 ആണ്. പക്ഷേ ഇവിടെ എ എക്സ് പ്ലസ് ബി വൈ ഈക്വൽ ടു സി ഫോം ആകുന്നത്. അപ്പോൾ ആ സീനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് 2x പ്ലസ് വൈ മൈനസ് 4 ഈക്വൽ ടു 0 എഴുതുക. ഇവിടെ 2x മൈനസ് വൈ മൈനസ് 2 ഈക്വൽ ടു 0 വരും. അതൊന്ന് മാറ്റി എഴുതിയതാണ്. പിന്നെ നമ്മൾ സ്ലോപ്പ് കാണുമ്പോൾ സ്ലോപ്പ് ഓഫ് L1 ഈക്വൽ ടു അതിനൊരു M1 എന്ന് പേര് കൊടുക്കുക. M1 ഈക്വൽ ടു ഈ L1 എന്ന് പറഞ്ഞാൽ ജനറൽ ഫോമിലുള്ള ലൈനാണ്. എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഈക്വൽ ടു 0 ഫോമിലുള്ള ലൈനാണ്. അതിൻ്റെ സ്ലോപ്പ് വരിക മൈനസ് എ ബൈ ബി ആണ്. ഈക്വൽ ടു മൈനസ് എ എന്ന് പറയുമ്പോൾ 2 വരും, ബി എന്ന് പറഞ്ഞാൽ 1 വരും, ഈക്വൽ ടു -2 വരും. ഓക്കെ, ഇനി നമുക്ക് കാണേണ്ടത് സ്ലോപ്പ് ഓഫ് L2 ആണ്. ഇപ്പോൾ സ്ലോപ്പ് ഓഫ് L2 ഈക്വൽ ടു അത് M2 ആണ്. M2 എന്ന് കൊടുക്കാം. അതും വരിക മൈനസ് എ ബൈ ബി ആണ്. മൈനസ് എ ബൈ ബി എന്ന് പറഞ്ഞാൽ മൈനസ് എ 2 ആണ് ബൈ ബി -1 ആണ്. ഈക്വൽ ടു അത് 2 വരും. അപ്പോൾ സ്ലോപ്പ് ഓഫ് L2 വരിക 2 ആണ്. ഇനി ആംഗിൾ കാണണം. ഫോർ ആംഗിൾ ബിറ്റ്വീൻ L1 ആൻഡ് L2 ഈസ് ആ ആംഗിളിൻ്റെ ഇക്വേഷൻ എന്താണ്? ടാൻ തീറ്റ ഈക്വൽ ടു മോഡുലസ് ഓഫ് M1 മൈനസ് M2 ഡിവൈഡഡ് ബൈ 1 പ്ലസ് M1 M2 ആണ്. ഈക്വൽ ടു മോഡുലസ് ഓഫ് M1 -2 ആണ് മൈനസ് M2 -2. M1 -2 മൈനസ് M2 2. അപ്പോൾ -2 പ്ലസ് 1 ബൈ M1 M2. M1 എന്ന് പറഞ്ഞാൽ -2 ആണ് ഇൻറ്റു M2 2 വരും. ദാറ്റ് ഈസ് ടാൻ തീറ്റ ഈക്വൽ ടു മോഡുലസ് ഓഫ് -2 -4 ഡിവൈഡഡ് ബൈ 1 പ്ലസ് -2 × 2 -2 × 2 -4 വരും. -4 പ്ലസ് 1 -3 വരും. -3 ഈക്വൽ ടു മൈനസും ക്യാൻസലായിട്ട് 4/3 വരും. മോഡ് 4/3 എന്ന് പറഞ്ഞാൽ 4/3 ആണ്. അപ്പോൾ ടാൻ തീറ്റ ഈക്വൽ ടു 4/3 വരും. അപ്പോൾ ടാൻ തീറ്റ 4/3 ആയിട്ടുള്ള ആംഗിൾ തീറ്റ ഏതാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ ടാൻ തീറ്റ ഈക്വൽ ടു 1/√3 ആണെങ്കിൽ തീറ്റ π/6 എന്ന് എഴുതാം. √3 ആണെങ്കിൽ π/6, 1 ആണ് π/3, 1 ആണെങ്കിൽ π/4 ഒക്കെ എഴുതാം. പക്ഷേ ഇത് നമുക്ക് അറിയില്ലെങ്കിൽ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. കാരണം തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എന്നൊന്നും പറഞ്ഞ് എഴുതണ്ട. കാരണം ഇത് +1 +1 നമ്മൾ ടാൻ ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഒന്നും പഠിച്ചിട്ടില്ല. അപ്പോൾ ടാൻ തീറ്റ ഈക്വൽ ടു 4/3 ഇവിടെ മതി. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ, ഇനി നമ്മളുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ബി ക്വസ്റ്റ്യൻ വരുന്നത് കാണുന്നത് ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് എ ലൈൻ പാസിംഗ് ത്രൂ ദ ഇൻ്റർസെക്ഷൻ ഓഫ് L1 ആൻഡ് L2 വിച്ച് മേക്സ് ആൻ ആംഗിൾ 45 ഡിഗ്രി ഇൻ ദ പോസിറ്റീവ് എക്സ് ആക്സിസ് ആണ്. എന്ന് പറഞ്ഞാൽ L1 L2 എന്നുള്ള രണ്ട് ലൈൻ തന്നിട്ടുണ്ട്. അതിൻ്റെ ഇൻ്റർസെക്ഷനിലൂടെ പാസ് ചെയ്യുന്ന മൂന്നാമത്തെ ലൈന് കാണണം. അങ്ങനെ ഒരു ഇക്വേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. നമ്മൾ സപ്ലിമെൻ്ററി പാർട്ടിലാണ് പഠിക്കുന്നത്. ആ സപ്ലിമെൻ്ററി സ്ട്രെയിറ്റ് ലൈൻ്റെ സപ്ലിമെൻ്ററി പാർട്ടിൽ നമ്മൾ ഈ ഒരു ഇക്വേഷൻ പഠിക്കുന്നുണ്ട്. രണ്ട് ലൈൻ്റെ ഇക്വേഷനിലൂടെ പാസ് ചെയ്യുന്ന മൂന്നാമത്തെ ലൈൻ്റെ ഇക്വേഷൻ. ആ ഇക്വേഷൻ വെച്ചാണ് ഇവിടെ ചെയ്യേണ്ടത്. ആ സപ്ലിമെൻ്ററി പാർട്ട് ഒരു വർഷമേ നമുക്ക് ചോദിച്ചിട്ടുള്ളൂ, അത് ഇതാണ്. അപ്പോൾ അതുകൊണ്ട് മാത്രം നമ്മൾ ചെയ്യുന്നതാണ്. ഇതും 2019 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ആ ഇക്വേഷൻ വരെ ഇതാണ്. ഞാൻ തൊട്ട് മുന്നേ എഴുതിയതാണ്, എന്നാൽ ഒന്നുകൂടി എഴുതാം. ഇക്വേഷൻ ഓഫ് എ ലൈൻ passing through the intersection of lines, a1x plus b1y plus c1 equal to 0 and a2x plus b2y plus c2 equal to 0 is അത് വരിക a1x plus b1y plus c1 plus lambda into a2x plus b2y plus c2
ഈക്വൽ ടു 0. സോറി ലാംഡ അല്ല, നമ്മൾ കെ ആണ് പഠിക്കുന്നത്. കെ ഇൻറ്റു a2x പ്ലസ് b2y പ്ലസ് c2 ഈക്വൽ ടു 0. ഇത് സപ്ലിമെൻ്ററി പാർട്ട് പഠിക്കുന്ന ഇക്വേഷനാണ്. നമുക്ക് 2 ലൈൻ്റെ ഇക്വേഷൻ തരും. ആ 2 ലൈൻ്റെ ഇൻ്റർസെക്ഷനിലൂടെ പാസ് ചെയ്യുന്ന മൂന്നാമത്തെ ലൈൻ്റെ ഇക്വേഷൻ കാണണം. ആ ഇക്വേഷൻ കാണാനുള്ള ഫോർമുലയാണിത്. a1x പ്ലസ് b1y പ്ലസ് c1 പ്ലസ് a2x പ്ലസ് k ഇൻറ്റു a2x പ്ലസ് b2y പ്ലസ് c2 ഈക്വൽ ടു 0 വരും. അവിടെ a1x പ്ലസ് b1y പ്ലസ് c1 a2x പ്ലസ് b2y പ്ലസ് c2 എന്ന് പറഞ്ഞാൽ വരിക. നമുക്ക് 2 ലൈൻ്റെ ഇൻ്റർസെക്ഷനിലൂടെയല്ലേ പാസ് ചെയ്യുന്നത്, ആ 2 ലൈൻ്റെ ഇക്വേഷനാണ് വരിക. അതിൽ ആദ്യത്തെ ഇക്വേഷനാണ് ഇതായിട്ട് എടുക്കുക, രണ്ടാമത്തെ ഇക്വേഷൻ a2x പ്ലസ് b2y പ്ലസ് c2 ഈക്വൽ ടു 0 എടുക്കുക. അപ്പോൾ a1x പ്ലസ് b1y പ്ലസ് c1 എന്താണ് 2x പ്ലസ് y മൈനസ് 4 പ്ലസ് k ഇൻറ്റു 2x മൈനസ് y മൈനസ് 2 ഈക്വൽ ടു 0 വരും. ഓക്കെ, ദാറ്റ് ഈസ് 2x പ്ലസ് y മൈനസ് 4 പ്ലസ് ഇതിനെ k കൊണ്ട് ഗുണിക്കുമ്പോൾ 2kx മൈനസ് ky മൈനസ് 2k ഈക്വൽ ടു 0 വരും. 2kx മൈനസ് ky മൈനസ് 2k ഈക്വൽ ടു 0. ദാറ്റ് ഈസ് ഇത് ആഡ് ചെയ്യുമ്പോൾ ഇവിടെ 2x ടേം ഉണ്ട്. അതിപ്പോൾ ആഡ് ചെയ്യാൻ പറ്റില്ല, കാരണം ഈ കെയുടെ വില അറിയാത്തതുകൊണ്ട് നമുക്ക് ഇത് രണ്ടും ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ 2x ടേം എടുക്കുമ്പോൾ 2x ഉം 2kx ഉണ്ട്. അവിടെ x കോമൺ ആണ്. ആ x ഔട്ട് സൈഡ് എടുക്കുമ്പോൾ എന്ത് വരും, 2 പ്ലസ് 2k ഇൻറ്റു എക്സ്. അതുപോലെ രണ്ടാമത്തെ ടേമിൽ y ഔട്ട് സൈഡ് എടുക്കുമ്പോൾ 1 മൈനസ് k ഇൻറ്റു y. കാരണം ഇവിടെ രണ്ടിടയ്ക്കും y ഉണ്ട്, y മൈനസ് k y ആണ്. അവിടുന്ന് y ഔട്ട് സൈഡ് എടുക്കുമ്പോൾ 1 മൈനസ് k ഇൻറ്റു y. പിന്നെ കോൺസ്റ്റൻറ്റ് ടേം വരും മൈനസ് 4 മൈനസ് 2k ഈക്വൽ ടു 0 വരും. ഇതാണ് ഈ 2 ലൈൻ്റെ ഇൻ്റർസെക്ഷനിലൂടെ പാസ് ചെയ്യുന്ന മൂന്നാമത്തെ ലൈൻ്റെ ഇക്വേഷൻ വരിക. ആ ഇക്വേഷൻ കംപ്ലീറ്റ് ആവണമെങ്കിൽ നമ്മൾ കെയുടെ വില കണ്ടുപിടിച്ച് അവിടെ കൊടുക്കണം. ഓക്കെ, ആ കെയുടെ വില കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമുക്ക് എന്ത് തന്നത്, വിച്ച് മേക്സ് ആൻ ആംഗിൾ 45 ഡിഗ്രി വിത്ത് ദ പോസിറ്റീവ് എക്സ് ആക്സിസ്. നമ്മുടെ ഈ മൂന്നാമത്തെ ലൈൻ, ഈ 2 ലൈൻ്റെയും ഇൻ്റർസെക്ഷനിലൂടെ പാസ് ചെയ്യുന്ന മൂന്നാമത്തെ ലൈൻ എക്സ് ആക്സുമായിട്ട് 45 ഡിഗ്രി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം ഒരു ലൈൻ എക്സ് ആക്സുമായിട്ട് ഒരു ആംഗിൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ ആംഗിളിൻ്റെ ടാൻ വാല്യൂ ആണ് അതിൻ്റെ സ്ലോപ്പ് വരിക. അപ്പോൾ നമ്മൾ സൈഡിൽ എഴുതിയേക്കാം, സ്ലോപ്പ് ഓഫ് തേർഡ് ലൈൻ ഈക്വൽ ടു tan 45 ആണ്. tan 45 എന്ന് പറഞ്ഞാൽ 1 വരും. ഓക്കെ, tan 45 ഈക്വൽ ടു 1 വരും. അത് എന്തുകൊണ്ടാണ് കിട്ടിയതിൻ്റെ കാരണവും നമ്മളിവിടെ എഴുതിയില്ല, അത് ക്വസ്റ്റ്യനിലുണ്ട്. വിച്ച് മേക്സ് ആൻ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഈ 2 ലൈൻ്റെയും ഇൻ്റർസെക്ഷനിലൂടെ പാസ് ചെയ്യുന്ന മൂന്നാമത്തെ ലൈൻ എക്സ് ആക്സുമായിട്ട് 45 ഡിഗ്രി ഉണ്ടാക്കുന്നുണ്ട്. ഒരു ലൈൻ എക്സ് ആക്സുമായിട്ട് ഒരു ആംഗിൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ടാൻ വാല്യൂ ആണ് സ്ലോപ്പ് വരിക. അത് നമ്മൾ സ്ലോപ്പ് പഠിച്ചതാണ്. അപ്പോൾ സ്ലോപ്പ് 1 ആണ്. ഇനി ശ്രദ്ധിക്കണേ, ഈ 2 ലൈൻ്റെയും ഇൻ്റർസെക്ഷനിലൂടെ പാസ് ചെയ്യുന്ന മൂന്നാമത്തെ ലൈനാണ് ഈ കിടക്കുന്നത്. ആ മൂന്നാമത്തെ ലൈൻ്റെ ഇക്വേഷനാണിത്. ഈ ഇക്വേഷൻ പ്രകാരം ഇതിൻ്റെ സ്ലോപ്പ് എന്താണ്, സ്ലോപ്പ് ഈക്വൽ ടു മൈനസ് a ബൈ ബി ആണ്. മൈനസ് a ബൈ ബി എന്ന് പറഞ്ഞാൽ മൈനസ് ഓഫ് 2 പ്ലസ് 2k ബൈ 1 മൈനസ് k വരും. മൈനസ് ഓഫ് 2 പ്ലസ് 2k ബൈ 1 മൈനസ് k. അതാണ് എത്ര കിട്ടിയിരിക്കുന്നത്, 1 കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഇക്വേഷൻ പ്രകാരം ഇതിൻ്റെ സ്ലോപ്പ് ഇതാണ്. ആ സ്ലോപ്പ് നമുക്ക് 1 കിട്ടിയിട്ടുണ്ട്. ഇതുപയോഗിച്ച് കെയുടെ വില കാണാം. അപ്പോൾ മൈനസ് ഓഫ് 2 പ്ലസ് 2k ഡിവൈഡ് ബൈ 1 മൈനസ് k ഈക്വൽ ടു 1 ആണ്. ദാറ്റ് ഈസ് മൈനസ് ഓഫ് 2 പ്ലസ് 2k ഈക്വൽ ടു, ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 മൈനസ് k വരും. ദാറ്റ് ഈസ് മൈനസ് 2k ഈക്വൽ ടു 1 മൈനസ് k വരും. ഓക്കെ, ഇനി കെയുടെ വിലയാണ് കണ്ടത്. അപ്പോൾ ഇത് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ മൈനസ് 2k പ്ലസ് k ഈക്വൽ ടു 1 പ്ലസ് 2 വരും. ദാറ്റ് ഈസ് മൈനസ് k ഈക്വൽ ടു 3, k ഈക്വൽ ടു മൈനസ് 3 വരും. അപ്പോൾ കെയുടെ വാല്യൂ കിട്ടി. കെയുടെ വാല്യൂ വരുന്നത് -3 ആണ്. ഇനി അതിൻ്റെ ബാക്കിയാണ് നമ്മൾ ഈ ഭാഗം മയക്കുകയാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ അടക്കം ഞാൻ മയക്കും. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഓർത്ത് വെക്കുക. നമുക്ക് കാണേണ്ടത് ആ മൂന്നാമത്തെ ലൈൻ്റെ XY ഇൻ്റർസെപ്റ്റ് ആണ്. അത് നമുക്ക് കാണണം. അപ്പോൾ നമുക്ക് കെയുടെ വില കിട്ടി. ഇനി ആ കെയുടെ വില ഇവിടെ കൊടുക്കുക, ഇവിടെ ഈ ഇക്വേഷനിൽ. അപ്പോൾ നമുക്ക് ആ 2 ലൈൻ്റെയും 2x പ്ലസ് y മൈനസ് 4ൻ്റെയും 2x മൈനസ് y മൈനസ് 2ൻ്റെയും ഇൻ്റർസെക്ഷനിലൂടെ പാസ് ചെയ്യുന്ന മൂന്നാമത്തെ ലൈൻ്റെ ഇക്വേഷനാണ് ഈ കിട്ടിയിരിക്കുന്നത്. ഈ കെയുടെ വാല്യൂ അവിടെ കൊടുക്കുക. അപ്പോൾ ഇത് നമ്മൾ ഇക്വേഷൻ നമ്പർ 1 കൊടുക്കുമ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് k ഈക്വൽ ടു -3 ഇൻ ഇക്വേഷൻ നമ്പർ 1 കൊടുക്കുമ്പോൾ എന്താ വരിക, 2 പ്ലസ് 2 ഇൻറ്റു -3 ഇൻറ്റു എക്സ് പ്ലസ് 1 മൈനസ് k -3 ഇൻറ്റു y മൈനസ് 4 മൈനസ് 2 ഇൻറ്റു -3 ഈക്വൽ ടു 0 ആണ്. 2 പ്ലസ് -3 -6 ആണ്. -6 പ്ലസ് 2 -4 -4x 1 മൈനസ് -3 1 പ്ലസ് 3 1 പ്ലസ് 3 4. ഇപ്പോൾ പ്ലസ് 4y. പിന്നെ ഇവിടെ വരിക -4 -2 ഇൻറ്റു -3 -2 ഇൻറ്റു -3 -2 ഇൻറ്റു -3 പ്ലസ് 6 -4 പ്ലസ് 2 ഈക്വൽ ടു 0 വരും. അപ്പോൾ ശ്രദ്ധിക്കണേ,
ഇവിടെയാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത്. -4 -2 ഇൻറ്റു -3 2k ആണ് അവിടെ. 2 ഇൻറ്റു -3 ആണ്. അതുകൊണ്ട് -4 -2 ഇൻറ്റു -3 അല്ല, ഈക്വൽ ടു 0 വരും. അപ്പോൾ -4x + 4y + 2 = 0 കിട്ടി. അപ്പോൾ ഇവിടെ തുടക്കത്തിൽ തന്നെ ഒരു നെഗറ്റീവാണ്. ആ നെഗറ്റീവിനെ ഒഴിവാക്കാൻ വേണ്ടി ത്രൂ ഔട്ട് നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴേ 4x - 4y - 2 = 0 വരും. ഇതാണ് ആ L1 L2 എന്നുള്ള ലൈനിൻ്റെ ഇൻ്റർസെക്ഷനിലൂടെ പാസ് ചെയ്യുന്ന മൂന്നാമത്തെ ലൈനിൻ്റെ ഇക്വേഷൻ വരിക. ഇനി നമ്മുടെ സി ക്വസ്റ്റ്യൻ കാണണം. സി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഈ തേർഡ് ലൈനിൻ്റെ എക്സ് ഇൻ്റർസെപ്റ്റും വൈ ഇൻ്റർസെപ്റ്റും കാണണം. അപ്പോൾ നമ്മൾ ആദ്യം അതിൻ്റെ എക്സ് ഇൻ്റർസെപ്റ്റ് കാണുമ്പോൾ എക്സ് ഇൻ്റർസെപ്റ്റ് വരിക -c/a ആണ്. ഈക്വൽ ടു -c എന്ന് പറഞ്ഞാൽ -2 ആണ്, ബൈ a എന്ന് പറഞ്ഞാൽ 4 ആണ്. ഈക്വൽ ടു -2 2/4 എന്ന് പറഞ്ഞാൽ 1/2 വരും. അതുപോലെ വൈ ഇൻ്റർസെപ്റ്റ് വരിക -c/b ആണ്. ഈക്വൽ ടു -c എന്ന് പറഞ്ഞാൽ -2 ബൈ b എന്ന് പറഞ്ഞാൽ -4 ആണ്. -2 2/-4 എന്ന് പറഞ്ഞാൽ -1/2 വരും. ഓക്കെ, ഇതാണ് ഈ ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ സപ്ലിമെൻ്ററി പാർട്ട് യൂസ് ചെയ്ത് ചെയ്യുന്ന ക്വസ്റ്റ്യനാണ്. പക്ഷേ ഇത് ഇങ്ങനെ തന്നെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ ആ വാല്യുവേഷനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഓൾട്ടർനേറ്റ് മെത്തേഡ് ചെയ്താൽ ഫുൾ മാർക്ക് കൊടുക്കണം. ഇതിൻ്റെ ഓൾട്ടർനേറ്റ് മെത്തേഡ് വരിക, നമ്മളിപ്പോൾ ഈ രണ്ട് ലൈനിൻ്റെ ഇൻ്റർസെക്ഷനിലൂടെ പാസ് ചെയ്യുന്ന മൂന്നാമത്തെ ലൈനിൻ്റെ ഇക്വേഷനാണ് കണ്ടത്. അത് ഇതുപോലെ കാണാതെ നമ്മൾ ഈ രണ്ട് ലൈനിൻ്റെതും ഇൻ്റർസെക്ഷൻ കാണാം. ആ രണ്ട് ലൈൻ്റെയും ഇൻ്റർസെക്ഷൻ പോയിൻ്റ് കാണാം. അപ്പോൾ നമുക്കറിയാം രണ്ട് ലൈനിൻ്റെ ഇൻ്റർസെക്ഷൻ പോയിൻ്റ് കാണാം. അത് സോൾവ് ചെയ്താൽ മതി. അത് സോൾവ് ചെയ്തിട്ട് അതിൻ്റെ ഇൻ്റർസെക്ഷൻ പോയിൻ്റ് കാണാം. ആ പോയിൻറ്റിലൂടെ പാസ് ചെയ്യുന്ന ലൈനിൻ്റെ ഇക്വേഷനാണ് കിട്ടുന്നത്. അപ്പോൾ ആ പോയിൻറ്റിലൂടെ പാസ് ചെയ്യുന്ന ലൈൻ എന്ന് പറഞ്ഞാൽ ആ ലൈൻ പാസ് ചെയ്യുന്ന പോയിൻ്റ് നമുക്കറിയാം. ഇനി സ്ലോപ്പ് കിട്ടിയാൽ മതി. സ്ലോപ്പ് കാണാൻ ആ ആംഗിൾ തന്നിട്ടുണ്ട്. ആ ആംഗിൾ ഉപയോഗിച്ച് സ്ലോപ്പ് കണ്ടാൽ നമുക്ക് ആ പോയിൻറ്റ് സ്ലോപ്പ് ഫോം പ്രകാരം അത് ചെയ്യാം. പക്ഷേ ഞാൻ ഈ മെത്തേഡ് ഒന്ന് പരിചയപ്പെട്ടിട്ട് അത് മറന്നു പോകണ്ടെന്ന് വിചാരിച്ച് ഈ മെത്തേഡ് തന്നെ ചെയ്തതാണ്. ഓക്കെ, നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനാണ്. ഇത് 2016 ചോദിച്ച ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു 5ാമത്തെ വർഷത്തെ ക്വസ്റ്റ്യനാണ് ചെയ്യുന്നത്. എല്ലാ വർഷത്തെയും ഇമ്പ്രൂവ്മെൻറ്റും മാർച്ചിലെയും ക്വസ്റ്റ്യനായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്ട്രെയിറ്റ് ലൈനിൽ ഏറെക്കുറെ എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ ഉണ്ടാവും. അപ്പോൾ ഇവിടെ കാണുന്നത് assume that straight line work as a plane mirror for a point. Find the image of the point 1, 2 in the line x - 3y + 4 = 0. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇവിടെ പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻ ഒരു മിററായി നമ്മൾ കൺസിഡർ ചെയ്യാം. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ ഒരു മിററായിട്ട് കൺസിഡർ ചെയ്താൽ ആ സ്ട്രെയിറ്റ് ലൈനിൻ്റെ മുകളിലൊരു പോയിൻ്റ് വെച്ചാൽ ആ പോയിൻ്റിൻ്റെ ഒരു ഇമേജ് ഈ മിറർ കാണും. ആ ഇമേജ് ഏതാണെന്നാണ് കാണേണ്ടത്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഉണ്ട്. ഈ സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. x - 3y + 4 = 0 ആണ്. ഇതാണ് സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ. നമ്മൾ ഈ സ്ട്രെയിറ്റ് ലൈനെ മിററായി സങ്കല്പിച്ച് ഇവിടെ ഒരു പോയിൻ്റ് വെക്കുക. ഒരു 1, 2 എന്നുള്ളൊരു പോയിൻ്റ് വെച്ചാൽ ഈ 1, 2ൻ്റെ റിഫ്ലക്ഷൻ, ഇമേജിനെ ചിലപ്പോൾ റിഫ്ലക്ഷൻ എന്നുള്ള പേരിലും ചോദിക്കാം. ആ 1, 2ൻ്റെ ഒരു ഇമേജ് ഇവിടെ കാണും. ഇമേജ് ആയിട്ടൊരു പോയിൻ്റ് ഇവിടെ ഉണ്ടാവും. ആ പോയിൻ്റ് ഏതാണെന്നാണ് നമ്മൾ കാണേണ്ടത്. ഓക്കെ, ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. സ്ട്രെയിറ്റ് ലൈനെ ഒരു മിററായി സങ്കല്പിച്ച്, അപ്പോൾ നമ്മൾ മിററിൻ്റെ മുമ്പിൽ നിന്നാൽ നമ്മളുടെ ഒരു ഇമേജ് മിറർ കാണും. ആ ഇമേജ് ഏതാണെന്നാണ് കാണേണ്ടത്. ഈ പോയിൻ്റ് ഇമേജായി വരുന്ന, റിഫ്ലക്ഷനായി വരുന്ന ഒരു പോയിൻ്റ് ഉണ്ടാവും. ആ പോയിൻ്റ് ഏതാണെന്ന് നമ്മൾ കാണണം. അത് നമുക്കറിയത്തില്ല, അതാണ് കാണേണ്ടത്. അപ്പോൾ നമ്മൾ ഈ പോയിൻറ്റിന് ചുമ്മാ ഒരു HK എന്ന് എടുക്കുക. ഓക്കെ, ആ HK എന്നുള്ള പോയിൻ്റ് കാണണം. ഇനി പറയുന്ന കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ മിററിൻ്റെ മുന്നിൽ ഒരു പോയിൻ്റ് വെച്ചാൽ ആ പോയിൻ്റിൻ്റെ റിഫ്ലക്ഷൻ ഇവിടെ ഉണ്ടാവും, ഇമേജ് ഇവിടെ ഉണ്ടാവും. ഈ ഇമേജും ഈ പോയിൻറ്റും തമ്മിലൊരു ബന്ധം എന്താണെന്ന് വെച്ചാൽ ഈ പോയിൻറ്റിൽ നിന്ന് ഈ മിററിലേക്കുള്ള ഡിസ്റ്റൻസും ഇമേജിൽ നിന്ന് ഈ മിററിലേക്കുള്ള ഡിസ്റ്റൻസും എന്തായിരിക്കും? ഈക്വൽ ഡിസ്റ്റൻസ് ആയിരിക്കും. അപ്പം നമ്മളൊരു കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്നാൽ കണ്ണാടിയിൽ നിന്ന് നമ്മളിലേക്കുള്ള ദൂരവും കണ്ണാടിയിൽ നിന്ന് നമ്മളുടെ ഇമേജിലേക്കുള്ള ദൂരവും സെയിം ആയിരിക്കും. അതാണ് അവിടെ പറയുന്നത്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് വെച്ചാണ് നമ്മൾ ആ ഇമേജ് ആയിട്ടുള്ള പോയിൻ്റ് കാണേണ്ടത്. അതിന് നമ്മൾ ആദ്യം ഈ പോയിൻ്റ് കാണണം. കാരണം നമ്മളിൽ നിന്ന് കണ്ണാടിയിലേക്കുള്ള ദൂരവും നമ്മുടെ ഇമേജിൽ നിന്ന് ഈ മിററിലേക്കുള്ള ദൂരവും സെയിം ആണെങ്കിൽ ആ പോയിൻ്റ്, ആ മിററിലുള്ളൊരു പോയിൻ്റ് ഉണ്ട്, അത് അതിൻ്റെ മിഡ് പോയിൻ്റ് ആയിരിക്കും. ആ മിഡ് പോയിൻ്റ് വെച്ചാണ് നമ്മൾ ആ ഇമേജായി വരുന്ന പോയിൻ്റ് കാണുക. ഓക്കെ, അതിന് നമുക്ക് ഈ മിഡ് പോയിൻ്റ് കാണും. മിഡ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഈ പോയിൻ്റാണ്. ഈ പോയിൻറ്റിനൊരു പ്രത്യേകതയുണ്ട്. ഈ പോയിൻ്റ് വരെ 1, 2വിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ലൈനുമായി ടച്ച് ചെയ്യുന്ന പോയിൻ്റാണ്. അപ്പോൾ 1, 2വിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ലൈനുമായിട്ട് ടച്ച് ചെയ്യുന്ന പോയിൻ്റ് എന്ന് പറഞ്ഞാൽ അത് ഫൂട്ട് ഓഫ് പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ ഫൂട്ട് ഓഫ് പെർപെൻഡിക്കുലർ കാണണം. അപ്പോൾ എപ്പോഴും ഇമേജ് നമ്മൾ കാണുമ്പോൾ നമ്മൾ എന്ത് കണ്ടിരിക്കണം? ഫൂട്ട് ഓഫ് പെർപെൻഡിക്കുലർ കാണണം. അപ്പോൾ ഈ ഫൂട്ട് ഓഫ് പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ എന്താണ്?
1-2 നിന്ന് ഈ ലൈനിലേക്ക് വരക്കുന്ന പെർപെൻഡിക്കുലർ ലൈനുമായി ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റാണ് ഫൂട്ട്. ആ ഫൂട്ടാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ ഫൂട്ട് എന്ന് പറഞ്ഞാൽ ഈ 2 ലൈനും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റാണ്. 2 ലൈൻ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് കാണണമെങ്കിൽ നമ്മൾ 2 ലൈനിൻ്റെയും ഇക്വേഷനെ എന്ത് ചെയ്തേ പറ്റൂ? സോൾവ് ചെയ്തേ പറ്റൂ. അപ്പോൾ ആ 2 ലൈനിൻ്റെ ഇക്വേഷനെ സോൾവ് ചെയ്യണം. ഈ 2 ലൈനിൻ്റെ ഇക്വേഷനെ സോൾവ് ചെയ്യണേ. ഈ ലൈനിൻ്റെ ഇക്വേഷൻ നമുക്കറിയില്ല. ആ ലൈനിൻ്റെ ഇക്വേഷൻ നമ്മൾ കാണണം. അപ്പോൾ ഈ ലൈനിന് നമ്മളൊരു എൽ ഡാഷ് എന്നും ഈ ലൈനെ എൽ എന്നും എടുത്താൽ എൽ എന്നുള്ള ലൈനിൻ്റെ ഇക്വേഷൻ നമുക്കറിയില്ല. ഫൂട്ട് ഓഫ് പെർപെൻഡിക്കുലർ നമ്മൾ മുമ്പേ കണ്ടതാണ്. അവിടെ നമ്മളൊരു ഇക്വേഷൻ ആദ്യമേ കണ്ടുവെച്ചുകൊണ്ട് അത് സോൾവ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇവിടെ നമുക്ക് ഇക്വേഷൻ അറിയില്ല. അപ്പോൾ അത് കാണണം. ആദ്യം എല്ലിൻ്റെ ഇക്വേഷൻ കാണണം. ആ എല്ലിൻ്റെ ഇക്വേഷൻ കാണാൻ എൽ എന്ന് പറഞ്ഞ ഒരു ലൈനാണ്. ആ ലൈനിൻ്റെ ഇക്വേഷൻ കാണാൻ നമുക്ക് 2 അളവുകൾ വേണം. അതിലൊരളവ് ഇവിടെ തന്നിട്ടുണ്ട്, പോയിൻ്റാണ്. ഒന്ന് പോയിൻ്റ് ആ സ്ഥിതിക്ക് അടുത്ത സ്ലോപ്പ് കാണണം. സ്ലോപ്പ് കാണാനുള്ള കണ്ടീഷൻ എന്താണ്? ഇത് രണ്ടും പെർപെൻഡിക്കുലറാണ്. ആ കണ്ടീഷൻ വെച്ചാൽ നമുക്ക് സ്ലോപ്പ് കിട്ടും. ഞാനിപ്പോൾ ഇത് സ്പീഡ് പോകുന്നത് നമ്മളിത് ഒരുപാട് ഈ കണ്ടീഷൻ തന്നെ ഒരുപാട് പ്രാവശ്യം പറഞ്ഞതാണ്, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് സ്ലോപ്പ് ഓഫ് എൽ കാണണം. അത് നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഗിവൺ എൽ ആൻഡ് എൽ ഡാഷ് ആർ പെർപെൻഡിക്കുലർ. എല്ലും എൽ ഡാഷും പെർപെൻഡിക്കുലറാണ്. ദെർഫോർ സ്ലോപ്പ് ഓഫ് എൽ ഇൻറ്റു സ്ലോപ്പ് ഓഫ് L dash equal to -1. That is slope of L into slope of L dash നമുക്കറിയില്ല. സ്ലോപ്പ് ഓഫ് എൽ ഡാഷ് എന്ന് പറഞ്ഞാൽ എൽ ഡാഷ് എന്നുള്ള ഈ ലൈനാണ്, ഈ ലൈനിൻ്റെ സ്ലോപ്പാണ്. അത് നമുക്കറിയില്ല. അത് നമ്മൾ കാണണം. അപ്പോൾ ഇത് AX + BY + C = 0 ഫോമിലുള്ള ലൈനാണ്. AX + BY + C = 0 എന്ന് പറഞ്ഞാൽ ജനറൽ സ്ലോപ്പാണ്. അതിൻ്റെ സ്ലോപ്പ് വരെ -a/b. ജനറൽ ഫോമിലുള്ള ലൈനിൻ്റെ സ്ലോപ്പ് വരെ -a/b ആണ്. അപ്പോൾ -1/-3 = 1/3 വരും. അപ്പോൾ സ്ലോപ്പ് ഓഫ് എൽ ഡാഷ് വരിക 1/3 ആണ്. 1/3 = -1 വരും. ദെർഫോർ സ്ലോപ്പ് ഓഫ് എൽ = -1/1/3. -1/1/3 എന്ന് പറഞ്ഞാൽ -3 വരും. അപ്പോൾ എൽ എന്നുള്ള ലൈനിൻ്റെ സ്ലോപ്പ് കിട്ടി. ഓൾറെഡി അത് പാസ് ചെയ്യുന്ന പോയിൻ്റ് നമുക്ക് തന്നതുമാണ്. അപ്പോൾ അത് നമുക്ക് ഇക്വേഷൻ എങ്ങനെ കാണാം? ദെർഫോർ ഇക്വേഷൻ ഓഫ് എൽ passing through 1 2 with slope -3 is എന്താ വരിക? എൽ എന്നുള്ള ലൈനിൻ്റെ ഇക്വേഷൻ കാണണം. ആ ലൈനിൻ്റെ ഇക്വേഷൻ കാണാൻ തന്നിരിക്കുന്നത് അത് പാസ് ചെയ്യുന്ന പോയിൻ്റ് ഉണ്ട്, അതിൻ്റെ സ്ലോപ്പും ഉണ്ട്. അപ്പോൾ 1 2 പാസ് ചെയ്യുന്ന -3 സ്ലോപ്പായി വരുന്ന ലൈനിൻ്റെ ഇക്വേഷൻ വരിക y - y1 = -3 into y - y1 = m into x - x1 വരും. ദാറ്റ് ഈസ് y - y1 എന്ന് പറഞ്ഞാൽ 2 ആണ്. m എന്ന് പറഞ്ഞാൽ -3 into x - 1 വരും. ദാറ്റ് ഈസ് y - 2 = -3x + 3 വരും. -3x + 3. ഇത് മൊത്തം ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ y - 3 + 3x -3 = 0 എന്ന് പറഞ്ഞാൽ 3x + y - 5 = 0 വരും. 3x + y - 5 = 0. അപ്പോൾ നമുക്ക് എൽ എന്നുള്ള ലൈനിൻ്റെ സ്ലോപ്പ് കിട്ടി. ഇനി നമുക്ക് ഫൂട്ട് ഓഫ് പെർപെൻഡിക്കുലറാണ് കാണേണ്ടത്. അപ്പോൾ ഓർത്ത് വെക്കണേ, ഇമേജ് കാണണമെങ്കിൽ നിങ്ങൾ എന്ത് കണ്ടേ പറ്റൂ? ഫൂട്ട് ഓഫ് പെർപെൻഡിക്കുലർ കണ്ടേ പറ്റൂ. അതുകൊണ്ടാണ് ഫൂട്ട് ഓഫ് പെർപെൻഡിക്കുലർ മാത്രം കാണേണ്ട ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യാതിരുന്നത്. ഫൂട്ട് ഓഫ് പെർപെൻഡിക്കുലർ ഒരു സബ് ക്വസ്റ്റ്യനായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഈ ഇക്വേഷനൊക്കെ കണ്ട് നമ്മൾ തൊട്ട് മുന്നേ കണ്ടുവെച്ചുകൊണ്ട് അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നല്ലോ. പക്ഷേ ഇവിടെ ഒന്നുമില്ല, ഡയറക്റ്റ് ഫൂട്ട് കാണണം. അതുകൊണ്ട് ഞാൻ അവിടെ പറഞ്ഞത് ഇത് മാത്രം കാണേണ്ട ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, നമുക്ക് ചെയ്യാവുന്നത് ഇവിടെയാണ്. അപ്പോൾ എപ്പോഴും ഇമേജ് കാണുമ്പോൾ ഫൂട്ട് കാണണം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഫൂട്ട് ഓഫ് പെർപെൻഡിക്കുലർ കാണണം. അപ്പോൾ therefore to get foot of perpendicular, solving the equation of L and L dash. അപ്പോൾ ഫൂട്ട് ഓഫ് പെർപെൻഡിക്കുലർ കാണണമെങ്കിൽ എല്ലിൻ്റെയും എൽ ഡാഷിൻ്റെയും ഇക്വേഷൻ സോൾവ് ചെയ്യുക. അപ്പോൾ എൽ എന്നുള്ള ലൈന് വരിക, നമ്മൾ കണ്ടുവച്ച ലൈനാണ്, അത് വരിക 3x + y - 5 = 0. ടേക്ക് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 1. L2 എന്നുള്ള എൽ ഡാഷ് എന്നുള്ള ലൈന് വരിക x - 3y + 4 = 0 ആണ്. ടേക്ക് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 2 വരും. ഇതാണ് ഇക്വേഷൻ നമ്പർ 2 വരിക. ഓക്കെ,
ഈ രണ്ട് ലൈനും ഇക്വേഷനും സോൾവ് ചെയ്താൽ ഫൂട്ട് ഓഫ് പെർപെൻഡിക്കുലർ കിട്ടും. അപ്പോൾ രണ്ട് ലൈനിൻ്റെ ഇക്വേഷൻ സോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏതെങ്കിലും ഒരു വേരിയബിളിനെ എലിമിനേറ്റ് ചെയ്യണം. ഒന്നിക്ക് എക്സിനെ എലിമിനേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ വൈനെ എലിമിനേറ്റ് ചെയ്യുക. എക്സിനെ എലിമിനേറ്റ് ചെയ്താൽ നമുക്ക് വൈ കിട്ടും, വൈനെ എലിമിനേറ്റ് ചെയ്താൽ എക്സ് കിട്ടും. അത് ഏത് എലിമിനേറ്റ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം, നിങ്ങളിഷ്ടം എന്തിനെ എലിമിനേറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ വൈനെയാണ് എലിമിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ വൈനെ എലിമിനേറ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് രണ്ട് വൈയുടെയും കോൺസ്റ്റൻറ്റ് സെയിം ആവണം. പക്ഷേ ഇവിടെ കോൺസ്റ്റൻറ്റ് സെയിം അല്ല, ഇവിടെ വൈ ആണ്, ഇവിടെ 3y ആണ്. അപ്പോൾ അത് സെയിം ആക്കണേ നമ്മൾ ചെയ്യേണ്ടത് മുകളിലത്തെ വൈയുടെ കോൺസ്റ്റൻറ്റ് താഴത്തേനെയും ഗുണിക്കുക, താഴത്തെ വൈയുടെ കോൺസ്റ്റൻറ്റ് മുകളിലത്തേനെയും ഗുണിക്കാം. അപ്പോൾ ഞാൻ ഈ താഴത്തെ വൈ കൊണ്ട് മുകളിലത്തേനെ ആദ്യം ഗുണിക്കുന്നു. താഴത്തെ വൈയുടെ കോൺസ്റ്റൻറ്റ് 3 ആണ്. അപ്പോൾ 3 കൊണ്ട് മുകളിലത്തെ ഇക്വേഷൻ ഗുണിക്കുമ്പോൾ 1 × 3. ആ മൈനസ് എടുക്കണ്ടേ, ആ നമ്പർ മാത്രം എടുത്താൽ മതി, സൈൻ എടുക്കണ്ട. 1 × 3 ചെയ്യുമ്പോൾ 3 × 3x 9x പ്ലസ് 3 × y 3y മൈനസ് 15 = 0. ടേക്ക് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 3. ഇനി മുകളിലത്തെ വൈയുടെ കോൺസ്റ്റൻറ്റ് താഴത്തേനെ ഗുണിക്കുമ്പോൾ മുകളിലത്തെ വൈയുടെ കോൺസ്റ്റൻറ്റ് 1 ആണ്. 1 കൊണ്ട് താഴത്തെ ഇക്വേഷൻ ഗുണിക്കുമ്പോൾ ഒരു മാറ്റവും ഇല്ല. അപ്പോൾ നമ്മളത് ഗുണിക്കേണ്ട ആവശ്യമില്ല, അത് അങ്ങനെ തന്നെ എഴുതിയാൽ മതി. x മൈനസ് 3y പ്ലസ് 4 = 0 വരും. അത് ഇക്വേഷൻ നമ്പർ 2 തന്നെ. വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല, വലിയ മാറ്റം എന്നല്ല, ഒരു മാറ്റവും ഉണ്ടാവില്ല. കാരണം മുകളിലത്തെ വൈയുടെ കോൺസ്റ്റൻറ്റ് 1 ആണ്. ഫസ്റ്റ് ഇക്വേഷനിലെ വൈയുടെ കോൺസ്റ്റൻറ്റ് 1 ആണ്. ആ 1 കൊണ്ട് താഴത്തെ ഇക്വേഷൻ ഗുണിക്കുമ്പോൾ അതേ ടേം തന്നെയാണ് വരിക. അപ്പോൾ നമ്മൾ ഗുണിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് രണ്ടും ആഡ് ചെയ്യുക, ഇക്വേഷൻ നമ്പർ 3 + 2 ചെയ്യുക. അത് ആഡ് ചെയ്യാൻ കാരണം നമ്മൾ വൈനെയല്ലേ എലിമിനേറ്റ് ചെയ്യുന്നത്. ആ വൈനെ എലിമിനേറ്റ് ചെയ്യുമ്പോൾ ആ രണ്ട് ഇക്വേഷനിലും വൈയുടെ സൈൻ നോക്കുക, ഡിഫറൻറ്റ് സൈനാണ്. അപ്പോൾ നമ്മൾ എന്തിനെയാണോ എലിമിനേറ്റ് ചെയ്യേണ്ടത് അതിൻ്റെ സൈൻ ഡിഫറൻറ്റ് സൈൻ ആണെങ്കിൽ രണ്ട് ഇക്വേഷനും ആഡ് ചെയ്യുക, രണ്ടും സെയിം സൈൻ ആണെങ്കിൽ രണ്ട് ഇക്വേഷനും മൈനസ് ചെയ്യുക. അതാണ് ഈ എലിമിനേറ്റ് ചെയ്യാനുള്ള കൺസെപ്റ്റ് വരിക. അപ്പോൾ ഇത് ആഡ് ചെയ്യുമ്പോൾ 9x + x 10x 3y + -3y ക്യാൻസലായി. -15 + 4 -15 + 4 എന്ന് പറഞ്ഞാൽ -11 = 0. ദാറ്റ് ഈസ് 10x = 11, x = 11/10 വരും. അപ്പോൾ എക്സ് കിട്ടി, 11/10 ആണ്. ഇനി വൈ കാണണം. ആ വൈ കാണണമെങ്കിൽ ഈ കിട്ടിയ എക്സിൻ്റെ വില ഏതെങ്കിലും ഒന്നിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ x = 11/10 ഞാൻ ഇക്വേഷൻ നമ്പർ 1 കൊടുത്തു. ആ 1 കൊടുക്കുമ്പോൾ എന്താ വരിക, 3x ആണ്. അപ്പോൾ 3 × 11/10 പ്ലസ് y -15 -5 = 0 വരും. ദാറ്റ് ഈസ് 33/10 പ്ലസ് y -5 = 0. ഇനി നമുക്ക് വൈയുടെ വില കാണണം. ആ വൈയുടെ വില കാണാൻ ഈ ടേമിനെയൊക്കെ റൈറ്റിൽ കൊണ്ടുപോകുക. അപ്പോൾ y = 5 അങ്ങോട്ട് പോകും, -5 അങ്ങോട്ട് പോകുമ്പോൾ 5 ആവും. ഇതിങ്ങോട്ട് വരുമ്പോൾ -33/10 വരും. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 50 - 33/10 വരും. 50 - 33/10. Therefore y = 50 - 33 എന്ന് പറഞ്ഞാൽ 17 ആണ്. 17/10 വരും. വൈയും കിട്ടി. Therefore ഫൂട്ട് ഓഫ് പെർപെൻഡിക്കുലർ = വരിക, ആ പോയിൻ്റ് x, y ആണ്. x എന്ന് പറഞ്ഞാൽ 11/10, 17/10 വരും. 11/10 17/10 വരും. ഫൂട്ട് ഓഫ് പെർപെൻഡിക്കുലർ കിട്ടി. ഓക്കെ. അപ്പോൾ ഞാൻ ഈ കാൽക്കുലേറ്റ് ചെയ്തതിൽ എവിടെയെങ്കിലും എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്യണം. മിസ്റ്റേക്ക് വന്നിട്ട് എനിക്ക് തോന്നിയില്ല, കാരണം ഞാനൊരു ഫ്ലോയിൽ അങ്ങ് ചെയ്യാണ്. ഒന്ന് കറക്റ്റ് ചെയ്യണേ. അതെ. അപ്പോൾ ഫൂട്ട് ഓഫ് പെർപെൻഡിക്കുലർ കിട്ടി എന്ന് പറഞ്ഞാൽ ഈ പോയിൻ്റ് കിട്ടി. ഈ പോയിൻ്റാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ പോയിൻറ്റിൻ്റെ ഇമേജാണ് കാണുന്നത്. അപ്പോൾ ഈ പോയിൻറ്റിൽ നിന്ന് ഈ മിററിലേക്കുള്ള ദൂരവും ഇമേജിൽ നിന്ന് മിററിലേക്കുള്ള ദൂരവും സെയിം ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഈ പോയിൻറ്റിൽ നിന്ന് ഇവിടേക്കുള്ള ഡിസ്റ്റൻസും ഇമേജിൽ നിന്ന് ഇവിടേക്കുള്ള ഡിസ്റ്റൻസും അത് രണ്ടും ഇൻ്റർസെപ്റ്റ് ചെയ്യുന്ന പോയിൻ്റാണിത്. അത് ഇതിൻ്റെ മിഡ് പോയിൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്തറിയാം, വി ഹാവ് 11/10, 17/10 ഈസ് ദി midpoint ഓഫ് ഏതൊക്കെയാണ് 1, 2 ആൻഡ് HK. 1, 2-ൻ്റെതും HK-ൻ്റെതും മിഡ് പോയിൻ്റാണ് ഈ 11/10 17/10. അപ്പോൾ ഈ രണ്ട് പോയിൻറ്റിൻ്റെതും മിഡ് പോയിൻ്റാണ് ഇതെങ്കിൽ അതെങ്ങനെയാണ് കിട്ടിയിട്ടുണ്ടാകുക? നമുക്ക് സാധാരണ രണ്ട് പോയിൻ്റിൻ്റെ മിഡ് പോയിൻ്റ് എങ്ങനെയാണ് കിട്ടുക? x1 + x2/2 y1 + y2/2 എന്ന് പറഞ്ഞാൽ ഇത് രണ്ടിൻ്റെയും x കോർഡിനേറ്റ് ആഡ് ചെയ്ത് /2 എടുത്തപ്പോഴായിരിക്കും ഇത് കിട്ടിയിട്ടുണ്ടാകുക. ഇത് രണ്ടിൻ്റെയും y കോർഡിനേറ്റ് എടുത്ത് /2 എടുത്തപ്പോഴാണ് അത് കിട്ടിയിട്ടുണ്ടാകുക. അപ്പോൾ അത് വെച്ച് നമുക്ക് എന്ത് കിട്ടും? Therefore 1 + h/2 = 11/10 വരും. Therefore 1 + h = 11/10 × ഈ 2 ക്രോസ് മൾട്ടിപ്ലൈ × 2 വരും. ഇതും ക്യാൻസൽ ചെയ്തിട്ട് 5 വരും. = 11/5. Therefore h = 11/5 - 1 = 6/5 വരും. അപ്പോൾ h എന്ത് കിട്ടി? 6/5 കിട്ടി. ഇനി ഇതുപോലെ k കാണുമ്പോൾ വരിക
2 + k/2 ആണ് 17/10 വരെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ രണ്ടിൻ്റെയും y കോർഡിനേറ്റ് ആഡ് ചെയ്ത് /2 എടുത്തപ്പോഴാണ് ഈ മിഡ് പോയിൻ്റ് കിട്ടിയിട്ടുണ്ടാവുക, മിഡ് പോയിൻ്റ് y കോർഡിനേറ്റ് കിട്ടിയിട്ടുണ്ടാകുക. അപ്പോൾ അവിടെ നിന്ന് 2 + k = 17/10 × 2 വരും. ഇത് ക്രോസ് ചെയ്താണ്. അപ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ചെയ്താൽ 17/5 വരും. therefore k = 17/5 - 2 വരും. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5 × 2 10 ആണ്. 17 - 10 7/5 വരും. therefore ഇമേജ് ഓഫ് 1 2 ഇമേജ് വരും. അതിനെയാണ് നമ്മൾ HK എന്ന് എടുത്തത്. അതിൽ H എത്ര കിട്ടി? 6/5, K എത്ര കിട്ടി? 7/5 വരും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ നമുക്ക് 2 കാര്യങ്ങൾ അവിടെ നിന്ന് കിട്ടി. ഒരു വെടിക്ക് 2 പക്ഷിയാണ്. ഫൂട്ട് ഓഫ് പെർപെൻഡിക്കുലർ കാണാനും കിട്ടി, ഇമേജ് കാണാനും കിട്ടി. അപ്പോൾ ഇവിടെ വരെ ഫൂട്ട് ഓഫ് പെർപെൻഡിക്കുലർ ആണ്. അതിനുശേഷം കുറച്ച് കാര്യം ഇമേജ് കാണാനുള്ളൂ. അപ്പോൾ എപ്പോഴും ഓർത്ത് വെക്കുക, ഇമേജ് നമുക്ക് കാണണമെങ്കിൽ തീർച്ചയായും നമ്മൾ എന്ത് കണ്ടിരിക്കണം? ഫൂട്ട് ഓഫ് പെർപെൻഡിക്കുലർ കണ്ടിരിക്കണം. ആ ഫൂട്ട് ഓഫ് പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ ഈ 2 പോയിൻറ്റിൻ്റെതും നമ്മുടെ ഗിവൺ പോയിൻറ്റിൻ്റെതും അതിൻ്റെ ഇമേജായി വരുന്ന പോയിൻറ്റിൻ്റെതും മിഡ് പോയിൻ്റാണ് വരിക. അപ്പോൾ ആ മിഡ് പോയിൻറ്റിൻ്റെ കൺസെപ്റ്റ് വെച്ച് നമുക്ക് ഇമേജ് കാണാൻ കഴിയും. ഓക്കെ, 4 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യനാണ്. നല്ലവണ്ണം പഠിക്കുക. ഇതുപോലത്തെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഇതേപോലെയാണ് ചെയ്യുക. വ്യത്യാസം വരിക ഈ ഇക്വേഷനിൽ മാറ്റം വരും, പോയിന്റിലും മാറ്റം വരും എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ എപ്പോഴും ഓർത്ത് വെക്കുക, ഫൂട്ട് ഓഫ് പെർപെൻഡിക്കുലർ കാണാൻ, ഇമേജ് കാണാൻ, ഫൂട്ട് ഓഫ് പെർപെൻഡിക്കുലർ കാണണം. ഫൂട്ട് ഓഫ് പെർപെൻഡിക്കുലർ എങ്ങനെയാണ് കാണുക? ഫൂട്ട് ഓഫ് പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ നമ്മൾ തന്ന പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് വരക്കുന്ന പെർപെൻഡിക്കുലറാണ്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ കാണണമെങ്കിൽ 2 പോയിന്റ് വേണം. അപ്പോൾ ഒന്ന് പോയിന്റ് തന്നിട്ടുണ്ടാവും, അടുത്ത അളവായിട്ട് സ്ലോപ്പാണ് കാണേണ്ടി വരിക. അപ്പോൾ സ്ലോപ്പ് കാണണം, ഇത് രണ്ടും പെർപെൻഡിക്കുലർ ആയിരിക്കും. ആ പെർപെൻഡിക്കുലറിൻ്റെ കണ്ടീഷൻ വെച്ചാൽ സ്ലോപ്പ് കാണും. അപ്പോൾ അങ്ങനെ ഇക്വേഷൻ കാണാം. ഇനി ഫൂട്ട് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റാണ്. അപ്പോൾ 2 ലൈൻ്റെ ഇക്വേഷൻ സോൾവ് ചെയ്താൽ ഫൂട്ട് കിട്ടും. പിന്നെ ഫൂട്ട് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടിൻ്റെ മിഡ് പോയിൻ്റ് ആയിരിക്കും. ആ മിഡ് പോയിൻ്റെ കൺസെപ്റ്റ് വെച്ചാൽ നമുക്ക് ഇമേജും കിട്ടും. ഓക്കെ, അടുത്ത നമ്മുടെ ക്വസ്റ്റ്യനാണ്. ഇവിടെ 3 ക്വസ്റ്റ്യൻ ഉണ്ട്. അത് 3 വർഷങ്ങളിൽ ചോദിച്ചതാണ്. ഞാനത് ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ കിട്ടുന്നതുകൊണ്ട് ഒക്കെ ഒരു ക്വസ്റ്റ്യനായിട്ട് നമ്മൾ എഴുതിയതാണ്. അതിൽ ആദ്യത്തെ ഇക്വേഷൻ ഒരു 2016 മറ്റോ ചോദിച്ചതാണ്. ഇത് 2015 ചോദിച്ചാണ്. ഇത് അതിന് ശേഷം ഏതോ വർഷം, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അപ്പോൾ 3 വർഷത്തെ ക്വസ്റ്റ്യനാണ്. നമ്മുടെ ഡിസ്റ്റൻസ് ഒക്കെ വരേണ്ട ക്വസ്റ്റ്യൻ ഇതേ ഉള്ളൂ ക്വസ്റ്റ്യൻ പേപ്പറിൽ, അതുകൊണ്ട് നമ്മൾ എടുത്തതാണ്. അപ്പോൾ അതിൽ നമുക്ക് ആദ്യം എ ക്വസ്റ്റ്യൻ കാണണം. അപ്പോൾ എ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ നോക്കുക, ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ പെർപെൻഡിക്കുലർ ടു x - 7y + 5 = 0 ആൻഡ് ഹാവിങ് x ഇൻ്റർസെപ്റ്റ് 3. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ലൈനിൻ്റെ ഇക്വേഷനാണ് കാണേണ്ടത്. ആ ലൈനിൻ്റെ ഇക്വേഷൻ കാണാൻ വേണ്ടി നമുക്ക് തന്നത് ആ ലൈൻ വേറൊരു ലൈനിന് പെർപെൻഡിക്കുലറാണെന്ന് തന്നിട്ടുണ്ട്. മാത്രമല്ല അതിൻ്റെ എക്സ് ഇൻ്റർസെപ്റ്റും തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഡയറക്റ്റായി നമുക്കൊരളവ് തന്നിരിക്കുന്നത് എക്സ് ഇൻ്റർസെപ്റ്റാണ്. മറ്റേത് പെർപെൻഡിക്കുലർ ടു എ ലൈൻ അതൊരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്കത് വെച്ചിട്ട് ഡയറക്റ്റ് ആയിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് നേരെ ഡയറക്റ്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ ഇക്വേഷൻ എടുത്ത് എഴുതാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ആകെ തന്നത് എക്സ് ഇൻ്റർസെപ്റ്റ് 3 ആണെന്ന്. എന്നാൽ എക്സ് ആക്സിനെ കട്ട് ചെയ്യുന്ന ആ പോയിൻ്റ് ഉണ്ട്, അത് 3 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ആലോചിക്കുക, നമുക്കൊരു ലൈനിൻ്റെ ഇക്വേഷൻ കാണാൻ എക്സ് ഇൻ്റർസെപ്റ്റാണ് തന്നത്. ഇനി ഏത് അളവ് കിട്ടിയാലാണ് നമുക്ക് ഇക്വേഷൻ കാണാൻ പറ്റുക നോക്കുക. അതിന് എക്സ് ഇൻ്റർസെപ്റ്റുമായി ബന്ധപ്പെട്ടുള്ള ഇക്വേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കുക. 2 ഇക്വേഷനാണുള്ളത്. ഒന്ന്, ഒരു എക്സ് ഇൻ്റർസെപ്റ്റ് തന്ന സ്ഥിതിക്ക് ഒരു വൈ ഇൻ്റർസെപ്റ്റ് കൂടെ ഉണ്ടെങ്കിൽ ഇൻ്റർസെപ്റ്റ് ഫോമിൽ നമുക്ക് കാണാം. ഇനി ഒരു എക്സ് ഇൻ്റർസെപ്റ്റ് നമുക്കുണ്ട്, ഒരു സ്ലോപ്പ് കൂടെ ഉണ്ടാവുകയാണെങ്കിൽ സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോമിലും കാണാം. അപ്പോൾ ഇതിൽ ഏത് കാണണം നമ്മൾ തീരുമാനിക്കും. നമ്മൾ നോക്കുക, ഒരു എക്സ് ഇൻ്റർസെപ്റ്റ് ഉണ്ട്, ഇനി അടുത്തൊരു വൈ ഇൻ്റർസെപ്റ്റ് കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഇൻ്റർസെപ്റ്റ് ഫോമിൽ കാണാൻ പറ്റുള്ളൂ. പക്ഷേ ഈ വൈ ഇൻ്റർസെപ്റ്റ് ഒന്നും നമുക്ക് സ്വന്തമായി കാണാൻ പറ്റില്ല, അത് ക്വസ്റ്റ്യന് തരണം. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഒരു പോയിൻ്റൊക്കെ നമുക്ക് കാണാൻ പറ്റില്ല. ഇപ്പോൾ ഒരു പോയിൻ്റ് കിട്ടിയാൽ അടുത്ത ഇക്വേഷൻ കാണാൻ അടുത്ത അളവ് നമുക്കൊന്നുകിൽ പോയിൻ്റ് കാണാം, അല്ലെങ്കിൽ സ്ലോപ്പ് കാണാം. അതിൽ നമ്മൾ സ്ലോപ്പാണ് കണ്ടുപിടിക്കുക, കാരണം പോയിൻ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ ആക്സസ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ വൈ ഇൻ്റർസെപ്റ്റ് നമുക്ക് സ്വന്തമായി കണ്ടുപിടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ വൈ ഇൻ്റർസെപ്റ്റ് കാണുന്നതിനെ പറ്റി നമ്മൾ ചിന്തിക്കേണ്ട. പിന്നെ എന്ത് കാണണം? സ്ലോപ്പ് കാണണം. ആ സ്ലോപ്പ് കാണാനാണ് ഇത് തന്നിരിക്കുന്നത്. നമുക്ക് കാണേണ്ട ലൈൻ ഈ ലൈനിന് പെർപെൻഡിക്കുലറാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു ഫിഗർ ഒന്ന് വരയ്ക്കുമ്പോൾ നമ്മൾ ആക്സിസ് വരയ്ക്കും. ഇവിടെ എക്സ് വരയ്ക്കാൻ കാരണം എക്സ് ഇൻ്റർസെപ്റ്റ് ഒക്കെ തന്നുകൊണ്ടാണ്. അപ്പോൾ നമുക്കൊരു ലൈൻ ഉണ്ട്, ഇതാണ് നമുക്ക് കാണേണ്ട ലൈൻ. ഈ ലൈൻ എക്സ് ആക്സിനെ 3ൽ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പോയിൻ്റ് വരിക 3 0 ആണ്. മാത്രമല്ല ഈ ലൈൻ വേറൊരു ലൈനിന് പെർപെൻഡിക്കുലറാണ്. ആ ഇക്വേഷനാണ് എന്ത്? x - 7y + 5 = 0. നമുക്കിതിൻ്റെ ഇക്വേഷനാണ് കാണേണ്ടത്. ഇതിനെ L എന്ന് എടുക്കുക, ഈ തന്ന ലൈൻ L' എന്ന് എടുക്കുക. അപ്പോൾ ഒരു പോയിൻ്റ് എക്സ് ഇൻ്റർസെപ്റ്റ് ആയതുകൊണ്ട് അടുത്ത അളവ് നമുക്ക് വേണ്ടത് സ്ലോപ്പാണ്. ആ സ്ലോപ്പ് കാണാനാണ് ഈ പെർപെൻഡിക്കുലർ എന്നുള്ള കണ്ടീഷൻ നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് എഴുതാം? ഗിവൺ എക്സ് ഇൻ്റർസെപ്റ്റ് = 3 ആണ്, അത് തന്നിട്ടുണ്ട്.
ഓൾസോ എന്തുകൂടെ തന്നിട്ടുണ്ട്, ഓൾസോ ഗിവൺ നമ്മുടെ ലൈൻ എൽ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണേണ്ട ലൈനാണ്. എൽ ഈസ് പെർപെൻഡിക്കുലർ ടു എൽ ഡാഷ്. എൽ ഡാഷിന് പെർപെൻഡിക്കുലർ ആണ്, നമുക്ക് തന്ന ലൈന് നമ്മൾ എൽ ഡാഷിന് കൊടുത്തതാണ്. അപ്പോൾ എല്ലും എൽ ഡാഷും പെർപെൻഡിക്കുലർ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, സ്ലോപ്പ് ഓഫ് എൽ ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് എൽ ഡാഷ് വരും. സ്ലോപ്പ് ഓഫ് എൽ ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് എൽ ഡാഷ്, സ്ലോപ്പ് ഓഫ് എൽ ഇൻറ്റു സ്ലോപ്പ് ഓഫ് എൽ ഡാഷ് ഈക്വൽ ടു -1 വരും. പാരലൽ അല്ല, പെർപെൻഡിക്കുലർ ആണ്, -1 വരും. ദാറ്റ് ഈസ് സ്ലോപ്പ് ഓഫ് എൽ, അത് നമുക്കറിയില്ല, അതാണ് കാണേണ്ടത്. അപ്പോൾ അത് അങ്ങനെ തന്നെ എഴുതുക, സ്ലോപ്പ് ഓഫ് എൽ ഇൻറ്റു സ്ലോപ്പ് ഓഫ് എൽ ഡാഷ്. എൽ ഡാഷ് എന്ന് പറഞ്ഞാൽ ഈ ലൈനാണ്, x-7y + 5 ഈക്വൽ ടു 0 എന്നുള്ള ലൈനാണ്. അത് ജനറൽ ഫോമിലുള്ള ലൈനാണ്. ജനറൽ ഫോമിലുള്ള ലൈനാണെങ്കിൽ അതിൻ്റെ സ്ലോപ്പ് വരിക, സ്ലോപ്പ് ഈക്വൽ ടു -a/b ആണ്. ഈക്വൽ ടു മൈനസ് എ എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് ആണ്, 1/b എന്ന് പറഞ്ഞാൽ വൈയുടേതാണ്, 7 വരും. ഈക്വൽ ടു 1/7 വരും. അപ്പോൾ ഇൻറ്റു 1/7 ഈക്വൽ ടു -1 വരും. ദെർഫോർ സ്ലോപ്പ് ഓഫ് എൽ ഈക്വൽ ടു -1/1/7. -1/1/7 എന്ന് പറഞ്ഞാൽ -7 വരും. അപ്പോൾ നമുക്ക് എൽ എന്നുള്ള ലൈനിൻ്റെ സ്ലോപ്പ് കിട്ടി, -7 ആണ്. ഇനി അതിൻ്റെ ഇക്വേഷൻ കാണണം. ആ ഇക്വേഷൻ കാണാൻ ഓൾറെഡി എക്സ് ഇൻ്റർസെപ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇക്വേഷൻ ഓഫ് ലൈൻ എൽ വിത്ത് എക്സ് ഇൻ്റർസെപ്റ്റ് 3 ആൻഡ് സ്ലോപ്പ് -7 ഈസ് എന്താ വരിക? അപ്പോൾ ഇവിടെ നോക്കണം, നമ്മൾ എക്സ് ഇൻ്റർസെപ്റ്റും സ്ലോപ്പും തന്നിട്ടുള്ള ഇക്വേഷനാണ്. അപ്പോൾ സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോമാണ്. സ്ലോപ്പ് ഇൻ്റർസെപ്റ്റിൽ 2 ഇക്വേഷൻ ഉണ്ട്, വൈ ഇൻ്റർസെപ്റ്റ് തന്നാലും എക്സ് ഇൻ്റർസെപ്റ്റ് തന്നാലും ഉണ്ട്. ഇവിടെ എക്സ് ഇൻ്റർസെപ്റ്റ് ഉള്ളത്. അപ്പോൾ ആ ഇക്വേഷൻ വരിക y ഈക്വൽ ടു m ഇൻറ്റു എക്സ് മൈനസ് ഡി ആണ്. ദറ്റ് ഈസ് y ഈക്വൽ ടു m എത്രയാണ്, -7 ആണ്, ഇൻറ്റു എക്സ് മൈനസ് ഡി ആണ് ആര്, എക്സ് ഇൻ്റർസെപ്റ്റ്, D3 വരും. ദറ്റ് ഈസ് y ഈക്വൽ ടു -7x + 21 വരും. -7x + 21. അതിനൊക്കെ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരുന്നത് എന്ത് വരും, y -7x ഇങ്ങോട്ട് വരുമ്പോൾ +7x -21 ഈക്വൽ ടു 0. ദറ്റ് ഈസ് 7x + y -21 ഈക്വൽ ടു 0 വരും. ഇത്രയേ ഉള്ളൂ. ഇതാണ് എ പാർട്ട് വരുന്നത്. ഇനി നമുക്ക് അടുത്ത ബി പാർട്ട് കാണണം. അപ്പോൾ നമ്മളിതൊന്ന് മയക്കുമ്പോൾ, അപ്പോൾ ഇതിൻ്റെ ബി പാർട്ടിൽ നമുക്ക് കാണേണ്ടത് ഈ പോയിൻറ്റിൽ നിന്ന് ഈ ലൈനിലേക്കുള്ള ഇക്വേഷനാണ്. അപ്പോൾ നമ്മളെ പോയിൻ്റ്, ആ ഇക്വേഷൻ ആദ്യം എഴുതുക. ഡി ഈക്വൽ ടു ഒരു പോയിൻറ്റിൽ നിന്ന് ലൈനിലേക്ക് ഇക്വേഷൻ എന്താ, മോഡുലസ് ഓഫ് ax1 + by1 + c ഡിവൈഡഡ് ബൈ √a² + b² ആണ്. √a² + b² വരും. ഓക്കെ, ഇത് കാണണം. നമുക്ക് എ ബി സി x1 y1 ഒക്കെ വേണം. അപ്പം നമ്മൾ x1 y1 എന്ന് പറഞ്ഞാൽ നമ്മൾ തന്ന പോയിൻ്റാണ്. അത് എത്രയാണ്, 3 - 5 ആണ്. അതുപോലെ എ എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ കോൺസ്റ്റൻ്റ് ആണ്, 3 വരും. ബി എന്ന് പറഞ്ഞാൽ വൈയുടെ കോൺസ്റ്റൻ്റ് ആണ്, -4 വരും. സി എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ടേം ആണ്, അത് -26 വരും. അത് നേരെ ഇവിടെ കൊടുത്താൽ നമ്മുടെ ആൻസറായി, വിച്ച് ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് ax1, a എത്രയാണോ 3 ഇൻറ്റു x1 3 പ്ലസ് by1, ബി എന്ന് പറഞ്ഞാൽ -4 ഇൻറ്റു y1 -5 പ്ലസ് സി എന്ന് പറഞ്ഞാൽ -26 ഡിവൈഡഡ് ബൈ √a² 3² പ്ലസ് b² -4² വരും. ഈക്വൽ ടു മോഡുലസ് ഓഫ് 9 -4 ഇൻറ്റു -5 + 20 പ്ലസ് ഇൻറ്റു -26 -26 ഡിവൈഡഡ് ബൈ √9 + 16 വരും. ഈക്വൽ ടു മോഡുലസ് ഓഫ് 9 + 20 29 29 - 26 3 വരും. ഡിവൈഡഡ് ബൈ 9 + 16 25 25ൻ്റെ റൂട്ട് 5 വരും. മോഡ് 3/5. മോഡ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കാനാണ്. ഇവിടെ ഓൾറെഡി പോസിറ്റീവ് തന്നെയാണ്. അപ്പോൾ 3/5 വരും. ഇതാണ് എന്ത് വരിക, ആ പോയിൻ്റ് 3 - 5 എന്നുള്ള പോയിൻറ്റിൽ നിന്ന് 3x - 4y - 26 = 0 എന്നുള്ള ആ സ്ട്രെയിറ്റ് ലൈനിലേക്കുള്ള ഇക്വേഷൻ വരും. ഇനി നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യനാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് പറയണത്, സി ക്വസ്റ്റ്യൻ പറയണത് ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ലൈൻ 8x + 15y - 5 = 0 ആൻഡ് 8x + 15y + 12 = 0 ആണ്.
അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ രണ്ട് ലൈൻ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് കാണുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, നമുക്ക് രണ്ട് പാരലൽ ലൈൻ തമ്മിലുള്ള ഡിസ്റ്റൻസ് മാത്രമേ കാണാൻ അറിയുള്ളൂ. പാരലൽ അല്ലാത്ത ലൈൻ തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണാൻ നമുക്ക് അറിയില്ല. അപ്പോൾ ഈ തന്ന ലൈൻ പാരലാണോ നമുക്ക് നോക്കണം. അല്ലാതെ ക്വസ്റ്റ്യനിൽ ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാരൽ ലൈൻസ് തരില്ല. ഇത് പാരലാണോ നമ്മൾ നോക്കണം. അതിനെന്ത് നോക്കിയാൽ മതി, രണ്ടിൻ്റെയും എക്സിൻ്റെയും വൈയുടെയും കോൺസ്റ്റൻറ്റ് സെയിം ആണോ. ഇവിടെ 8x 15/15 സെയിം ആണ്. അപ്പോൾ അത് പാരൽ ലൈനാണ്. അപ്പോൾ പാരൽ ലൈൻ്റെ ഡിസ്റ്റൻസ് എടുക്കുക. അപ്പോൾ ഡിസ്റ്റൻസ് between parallel lines d equal to modulus of c1 minus c2 by root of a square plus b square ആണ്. അപ്പോൾ ഇത് കാണാൻ C1 C2 ഒക്കെ വേണം. അപ്പോൾ നമ്മൾ സൈഡിൽ എഴുതി വെക്കുക. C1 എന്ന് പറഞ്ഞാൽ C2 എന്ന് പറഞ്ഞാലും കോൺസ്റ്റൻസ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഇക്വേഷനിലെ ലൈനിൻ്റെ കോൺസ്റ്റൻ്റ് ആണ് C1, അത് -5 വരും. രണ്ടാമത്തെ ഇക്വേഷനിൽ 12 വരും. ഇനി എയും ബിയും വേണം. അപ്പോൾ എ ബി എന്ന് പറഞ്ഞാൽ എക്സിൻ്റെയും വൈയുടെയും കോൺസ്റ്റൻ്റ് ആണ്. ഏത് ലൈനിലെ, രണ്ട് ലൈനിലെ എക്സിൻ്റെയും വൈയുടെയും കോൺസ്റ്റൻറ്റ് സെയിം ആയിരിക്കും, കാരണം അത് പാരലൽ ലൈനാണ്. അപ്പോൾ എ വരെ എക്സിൻ്റെ കോൺസ്റ്റൻറ്റ് 8 ആണ്, രണ്ടിലും സെയിം ആണ്. ബി വരെ 15 ആണ്. അതിവിടെ കൊടുത്താൽ മതി. ദർഫോർ ഡി ഈക്വൽ ടു മോഡുലസ് ഓഫ് C1 -5 - C2 12 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 8 സ്ക്വയർ പ്ലസ് 15 സ്ക്വയർ വരും, ഈക്വൽ ടു മോഡുലസ് ഓഫ് -17 ഡിവൈഡഡ് ബൈ റൂട്ട് 8 സ്ക്വയർ 64 ആണ്, 15 സ്ക്വയർ 225 ആണ്, ഈക്വൽ ടു മോഡ് -17 എന്ന് പറഞ്ഞാൽ 17, മോഡുലസ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കാറുണ്ട്, ഈക്വൽ ടു റൂട്ട് 289 വരും, ഈക്വൽ ടു 17 ബൈ റൂട്ട് 289 എന്ന് പറഞ്ഞാൽ 17 ആണ്. അപ്പോൾ ഇത് രണ്ടും ക്യാൻസലായിട്ട് 1 വരും. അപ്പോൾ ഈ രണ്ട് പാരലൽ ലൈൻ തമ്മിലുള്ള ഡിസ്റ്റൻസ് വരിക 1 ആണ്. നമ്മൾ സ്ട്രെയിറ്റ് ലൈനിലെ എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യനും നമ്മളിവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചിലപ്പോൾ ചില ടൈപ്പ് നമ്മൾ വിട്ടുപോയിട്ടുണ്ടാവും, കാരണം നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ വെച്ചാണ് ചെയ്തത്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ചിട്ടുള്ള എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യനും നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പഠിക്കുമ്പോൾ ഈ ഒരു വീഡിയോസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് പഠിക്കാൻ പാടില്ല. കാരണം ഇത് നിങ്ങളുടെ അറിവുകൾ, കഴിഞ്ഞ വർഷം നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊന്നും നമ്മൾ പുതുതായിട്ടൊന്ന് ഓർമ്മപ്പെടുത്തിയെന്നേ ഒന്ന് പൊടി തട്ടിയെടുത്തുന്നേ ഉള്ളൂ. അല്ലാതെ എല്ലാ കാര്യങ്ങളും നമ്മൾ മാക്സിമം 10-25ഓളം ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട് നമ്മൾ. കാരണം നമ്മൾ ക്വസ്റ്റ്യൻ നിങ്ങൾ കുറവാണെങ്കിലും ഓരോ ക്വസ്റ്റ്യനിലും 2-3 ക്വസ്റ്റ്യൻ നമുക്കുണ്ട് സബ് ക്വസ്റ്റ്യനായിട്ട്. അപ്പോൾ അതൊക്കെ കൂട്ടി വരുമ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻ ഉണ്ട്, ഒക്കെ ഡിഫറൻറ്റ് ക്വസ്റ്റ്യൻസും ആണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ടെക്സ്റ്റും നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും വെച്ച് എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾ ചെയ്ത് പഠിക്കുക. അത് പഠിക്കുമ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യൻ കിട്ടാത്ത അവസ്ഥയുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് സെൻഡ് ചെയ്ത് തന്നാൽ ഞാൻ ചെയ്തു തരാം, അല്ലെങ്കിൽ ഞാൻ വോയിസ് ചെയ്തോ എന്തെങ്കിലും അത് ക്ലിയർ ചെയ്ത് തരും. അപ്പോൾ അത് നിങ്ങൾ വ്യക്തമായി പഠിക്കണം. നമ്മൾ ഇമ്പ്രൂവ് ചെയ്യേണ്ടതാണ്. നമ്മൾ ജസ്റ്റ് പാസ്സാവാൻ വേണ്ടി പഠിക്കുന്നതല്ല, നമ്മൾ ഓൾറെഡി പാസ്സായ കുട്ടികളാണ്, നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് വ്യക്തമായി പഠിക്കണം. നമ്മൾ ഇപ്പോൾ ഈ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ ഇത്രയും ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും, അത് ഏറെക്കുറെ എല്ലാ ക്വസ്റ്റ്യനിലും ഒരേ ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് പെർപെൻഡിക്കുലർ അങ്ങനെ കണ്ടീഷനൊക്കെ മാറി യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ കണ്ടീഷൻസൊക്കെ ഓർത്ത് വെക്കുക. എല്ലാ ക്വസ്റ്റ്യനും ചെയ്തു വെക്കുക. ടെക്സ്റ്റിലതും പ്രീവിയസ് ക്വസ്റ്റ്യനിൽ ഒരുവിധം ക്വസ്റ്റ്യനൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്നാലും ഏതെങ്കിലും ക്വസ്റ്റ്യൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ ചെയ്തു വെക്കുക. അത് ചെയ്തതിന് ശേഷം എന്തെങ്കിലും കിട്ടാത്തുണ്ടെങ്കിൽ നിങ്ങൾ പറയാം. ഓക്കെ, വ്യക്തമായി പഠിക്കണം. ആ സപ്ലിമെൻ്ററി ക്വസ്റ്റ്യൻ പാർട്ടിലൊക്കെ 4 ക്വസ്റ്റ്യനോ മറ്റോ ഉണ്ട്. അതൊക്കെ നമ്മൾ നോട്ടിൽ വ്യക്തമായി ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ നോട്ട് ചെയ്തതാണ്. അപ്പോൾ അതിൽ ക്വസ്റ്റ്യൻ പേപ്പർ പ്രകാരം ഒരു ക്വസ്റ്റ്യനേ വന്നുള്ളൂ, അത് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതല്ലാത്ത ക്വസ്റ്റ്യനൊക്കെ നിങ്ങൾ ചെയ്ത് പഠിക്കണം. ഓക്കെ.